ഇപ്പോഴും മോട്ടിവേഷൻ അത്രയും നമ്മുടെ ലൈഫിൽ ഒരുപാട് തീരുമാനങ്ങളും അതുപോലെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾക്ക് സാറിന്റെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നാള് സാറിനെ കാണണം, സാർ ഞാൻ കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒരു പ്രാവശ്യം ഞാൻ സാറിന്റെ ഒരു കോഴ്സിലേക്ക് ഞാൻ പോവാണ് കോഴിക്കോട്. അപ്പൊ എന്താ വെച്ചാല് എനിക്ക് ഒരു ഇൻട്രാവേർട്ടാണ് ഞാൻ. ശരിക്കും ആരോടും അങ്ങനെ മിണ്ടാതെ എന്റെ കാര്യങ്ങൾ പോലും സംസാരിക്കാൻ കഴിയാതെ പല കാര്യങ്ങളും ചോദിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരാളാണ് അത്രയ്ക്ക്. കാരണം അത്രയ്ക്കും ട്രോമ ഉണ്ടായിരുന്നു ചെറുപ്പത്തില്. അപ്പൊ ഇവിടെ നമ്മുടെ EFT ഒക്കെ ചെയ്യുമ്പോഴാണ് അത് എന്താണ് കാരണം, ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയതെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മളൊക്കെല്ലാം ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ പോയ സമയത്ത് സാറിനെ കാണാൻ വേണ്ടിയിട്ട് അന്ന് തന്നെ സാറിന്റെ ആ കോഴ്സിന് കാലിക്കറ്റ് വെച്ച് നടക്കുന്ന പ്രോഗ്രാമിന് 4500 രൂപ ഫീ വരുന്നുണ്ട്. അപ്പൊ അന്ന് ആ പേയ്മെന്റ് ഒക്കെ ഞാൻ അടച്ച് സാറിന്റെ ഒന്ന് കണ്ട് ഒന്ന് ഫോട്ടോ എടുക്കണം, സാറിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയത്. അപ്പൊ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി സാറിനെ കണ്ട ആകെ ഫ്രണ്ടടിച്ച് നിന്ന്. പിന്നെ ലഞ്ച് ബ്രേക്കിന് കുറേ ആളുകൾ അവിടെ ചെന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് സാറിനോട് പരിചയപ്പെടാം. സാർ എന്റെ പേര് ഇതാണ്, ഞാൻ ഇവിടെ നിന്നാണ് വരുന്നത്, സാറിന്റെ കൂടെ നിന്നിട്ടൊരു പിക്ക് എടുക്കണം എന്ന് പോലും പറയാൻ കഴിയാതെ. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ പോകുമ്പോ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ ചെയ്യാന്ന് വിചാരിച്ചു. ഒരു സമയത്ത് വീണ്ടും ആ ഒരു സാറിന് ക്ലാസ് കഴിയുമ്പോ ആ ഒരു ലഞ്ച് ബ്രേക്ക് ആണ്, ടീ ബ്രേക്ക് ആയാലും ആ ഒരു സമയത്ത് സാറിന് അത്രയും ആളുകൾ വന്ന് പുതിയായിരിക്കും, ഒരുപാട് ആളുകൾ ഡൗട്ട് ചോദിക്കുന്നുണ്ടാവും, ഹെൽപ്പ് എടുക്കുന്നുണ്ടാവും. അതിന്റെ ബേക്കിൽ ഇരുന്നിട്ടായിരുന്നു ഞാൻ ചെല്ലുക. അതിന്റെ ഇടയിൽ ഒന്ന് കയറിയിട്ട് സാറിനോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. വീണ്ടും ഞാൻ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും കഴിഞ്ഞില്ല, സാറിനോടും പോയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീണ്ടും പോന്നു, വീട്ടിലേക്ക് പോന്നു. വീണ്ടും ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണും, ഡെയിലി സാറിന്റെ വീഡിയോ എടുത്ത് കാണും. രാവിലെ ആണെങ്കിലും എണീറ്റ് ഉടനെ സാറിന്റെ വീഡിയോ കാണണം. വീണ്ടും ഇതേപോലെ ഒരു 2 മാസം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും കാലിക്കറ്റ് പ്രോഗ്രാം ഉണ്ട്. ഇതേ പേയ്മെന്റ് ഞാൻ അടച്ചിട്ട് വീണ്ടും ഞാൻ സാറിനെ കാണാൻ പോവാണ്. അപ്പൊ ഇന്ന് എന്തായാലും ചോദിക്കണം, സാറിന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഒക്കെ വെക്കണം. അതുപോലെ കുറെ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും, ഞാൻ ആഗ്രഹിച്ച ആളെ കണ്ടു ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനു വേണ്ടി വീണ്ടും ഞാൻ അത്രയും ആഗ്രഹം കൊണ്ട് വീണ്ടും പോവാണ്. അതേപോലെ അവിടെ എത്തി പഴയ പോലെ തന്നെ സംഭവിച്ചു. അത്രയും ഫീ കൊടുത്തിട്ട് എനിക്ക് കഴിയാതെ ഞാൻ വീണ്ടും തിരിച്ചു പോരാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇപ്പോ ഒരു പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ പേര് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ ചോദിക്കാൻ എന്താണ് അത്ര ബുദ്ധിമുട്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പല ആളുകളും. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം അത്രയും എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോലും എന്റെ കാര്യങ്ങൾ ശരിക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പല ആളുകളായാലും കടയിൽ പോയാലും ഏതെങ്കിലും പരിചയമില്ലാത്ത സ്ഥലത്ത് പോയാൽ പോലും അവിടെ പോയിട്ട് എനിക്ക് ഹെൽപ്പ് എടുക്കാൻ, ഇതെങ്ങനെയാണ് എങ്ങനെ പോകേണ്ട കാര്യം ചോദിക്കാൻ വരെ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പൊ അങ്ങനെ വീണ്ടും ഞാൻ അതേപോലെ ആ ഒരു ആഗ്രഹം ഞാൻ മാറ്റി വെച്ചു. ഇനി ഇത് എനിക്ക് നടക്കുന്ന പരിപാടി എല്ലാം വിചാരിച്ചിട്ട് ഞാനത് മാറ്റി വെച്ച് വീണ്ടും നമുക്കിത് പറഞ്ഞ പരിപാടി എന്താണ്, യൂട്യൂബിൽ വീഡിയോ കാണാം, അത് തന്നെ. ഇങ്ങനെ ആ 2 പ്രോഗ്രാമിനും പേയ്മെന്റ് കൊടുത്തിട്ട് അന്ന് 2017 അപ്പൊ അത് അന്ന് അത്രയും ഫീ വരുന്നുണ്ട്. അന്നത് കൊടുത്ത് മാറ്റി വെച്ച് വീണ്ടും ഞാൻ വീഡിയോസ് തന്നെ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് 2018 സാറിന്റെ ചാർജ് എന്ന് പറയുന്ന പ്രോഗ്രാം മഞ്ചേരി വെച്ച് നടക്കുന്നത്. ബുധനാഴ്ച എല്ലാ ബുധനാഴ്ചയും കാലിക്കറ്റും ഉണ്ട്, അതുപോലെ മഞ്ചേരിയിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് വീണ്ടും. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ ആഴ്ചയിൽ സാറിനെ കാണാം. അപ്പൊ ആ ഒരു സമയം എന്ന് പറയുന്നത് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിരുന്നു. പിന്നെ LG അങ്ങനെ സാംസങ് അങ്ങനെ ഒരുപാട് കമ്പനിയിൽ ടിവിയുടെ സർവീസ് ഒക്കെ ചെയ്ത് അങ്ങനെ കമ്പനിയിൽ പോകുന്ന ഒരാളാണ്. ഇപ്പൊ 2018 സാറിന്റെ വീഡിയോ കണ്ടിട്ടാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് ഞാനൊരു ഒരു മൊബൈൽ ഷോപ്പൊക്കെ അന്ന്, പിന്നെ അതേപോലെ ടിവിന്റെ സർവീസ് ഒക്കെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനിയിൽ നിന്ന് നിർത്തി അത്രയും നാട്ടിൽ നിന്ന് എനിക്ക് അത്രയും വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എന്റെ വർക്ക് അടിപൊളിയായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും എനിക്ക് ക്ലയന്റ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വർക്കിന്റെ കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഞാൻ കാര്യങ്ങൾ ക്യാഷ് വാങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ബാക്കി വർക്കൊക്കെ ഞാൻ കറക്റ്റായിട്ട് ആ സമയത്ത് ചെയ്തു. അപ്പൊ എനിക്ക് കമ്പനിയിൽ നിന്ന് ഒരു വരുമാനം കിട്ടുന്നതിൽ കൂടുതൽ എനിക്ക് എന്റെ നാട്ടിൽ നിന്ന് അത്രയും വർക്ക് കിട്ടിയ സമയത്ത് അങ്ങനെ ഞാൻ എന്തായാലും ഫീൽഡിൽ ഒരുപാട് പോണ്ട, കടയിലേക്ക് എല്ലാവരും കൊണ്ടുവന്ന് തരും. അങ്ങനെ ഞാൻ നാട്ടിലൊരു ഷോപ്പ് ഇട്ടു. ഒരു 1 ഇയർ കഴിച്ചില്ല, അതുവരെ എനിക്ക് നല്ല ക്യാഷ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നാട്ടിൽ നമ്മളൊരു ഷോപ്പ് ഇട്ട സമയത്ത് പിന്നെ ആളുകൾ വന്നിട്ട് സർവീസ് കഴിഞ്ഞ് പോകുമ്പോൾ നാളെ തരാം അല്ലെങ്കിൽ മറ്റന്നാൾ തരാം. അപ്പോൾ
ഇവരോട് എനിക്ക് പിന്നെ ക്യാഷ് ചോദിക്കുന്നത് അവര് വരുമ്പോ ഇനി അവർ ഞാൻ ക്യാഷ് ചോദിച്ചു കഴിഞ്ഞാൽ അവരിനി എന്തെങ്കിലും ചിന്തിക്കുക എന്നുള്ള ബന്ധം പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറെ ക്യാഷ് ചോദിക്കാൻ കഴിയാതെ അവസാനം ഞാൻ ആ കട അടച്ചു പൂട്ടേണ്ടി വന്നു. വീണ്ടും ഞാൻ വീഡിയോസ് കാണാൻ തുടങ്ങി. വീണ്ടും ഞാൻ കമ്പനിയിലേക്ക് വീണ്ടും കയറി. വീണ്ടും സർവീസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വീണ്ടും കുറെ ക്യാഷ് ഉണ്ടാക്കി അടുത്ത ബിസിനസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു മലപ്പുറം ജില്ല മൊത്തം. ഒരു വലിയൊരു സംഭവം ഞാൻ എടുത്തു വെച്ചത്. ഇത്രയും സംസാരിക്കാനും കാര്യങ്ങളും ബുദ്ധിമുട്ടുള്ള ഒരാള് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി. വീണ്ടും സാറിന്റെ വീഡിയോ കണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി. നല്ല രീതിയിൽ പോകുന്ന സമയത്താണ് ഒരു 1 ഇയർ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരാളെ അത്രയും സെയിലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കമ്പനിയിൽ നിന്ന് ഒരാൾ കൂടെ വരും. എല്ലാ കടകളിലും കയറിയിട്ട് ഞാൻ സംസാരിച്ച് എന്റെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ച് സെയിൽ ഉണ്ടാക്കിയ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാനത് സംസാരിച്ച് എനിക്ക് സെയിൽ ഞാൻ ഉണ്ടാക്കി. ഒരു വർഷം കൊണ്ട് ഞാൻ നന്നായിട്ട് എനിക്ക് കസ്റ്റമേഴ്സിനെ പിടിച്ചെടുത്തു. അതുപോലെ സെയിൽ നടക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് അതും 1 ഇയർ തയ്ക്കാൻ പോകുന്നുണ്ട്. ആ ഒരു സമയത്താണ് 2018 പ്രളയം വരുന്നത്. അപ്പൊ പ്രളയം വന്ന സമയത്ത് ഞാൻ കൊടുത്ത എല്ലാ ഷോപ്പിലും നിങ്ങൾക്ക് അറിയാം നിലമ്പൂർ ഭാഗത്തായിരുന്നു അന്ന് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ കൊടുത്ത എന്റെ പ്രൊഡക്റ്റ് കൊടുത്ത എല്ലാ ഷോപ്പുകളിലും വെള്ളം കയറി. അതൊരു 2 നില ബിൽഡിങ്ങിന്റെ ആ ഒരു ഹൈറ്റിലായിരുന്നു അന്ന് അവിടെ വെള്ളം നിന്നത്. അപ്പൊ ആ ഒരു സമയത്ത് പിന്നെ അവരോട് പോയിട്ട് ക്യാഷ് ചോദിക്കാൻ പറ്റില്ല. കുറെ കടകൾ അടച്ചു പൂട്ടി. പിന്നെ അത്യാവശ്യം നല്ല കടത്തിലേക്ക് വന്നു. കമ്പനിയിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. അവിടെ ക്യാഷ് കൊടുക്കണം. എനിക്കാണെങ്കിൽ എന്റെ എല്ലാ ക്യാഷും മാർക്കറ്റിലാണ് കിടക്കുന്നത്. അവിടുന്ന് ക്യാഷ് എനിക്ക് തിരിച്ചു കിട്ടാതെ. അങ്ങനെ അവസാനം ആ ഒരു സംരംഭം കൂടെ ഒരു വർഷം കൊണ്ട് കൂട്ടി. പിന്നെ ഒരു വർഷം ഞാൻ നന്നായിട്ട് ഡിപ്രഷനിലേക്ക് പോയിട്ട് എല്ലാവരും കുറ്റപ്പെടുത്തി. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും അറിയാത്ത പണിക്ക് പോയി, നിനക്കൊന്നും ഇത് പറ്റിയ പണിയല്ല എന്നൊക്കെ പറഞ്ഞ് ശരത് അൺമ്യൂട്ട് ആയി പോയി. കോൾ വന്നതാണോ? ശരത്തിന് അൺമ്യൂട്ട് ആയി പോയിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഓക്കെ. ആ ഒരു സമയത്ത് നിനക്കിതൊന്നും പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്റെ കാര്യങ്ങൾക്ക് മാത്രം ഷോപ്പിൽ കാര്യങ്ങൾക്ക് ഇറങ്ങിയിട്ട് ഞാൻ വീണ്ടും വീട്ടിൽ പോയിരിക്കും. അപ്പൊ അന്നൊക്കെ കൂടെ നിന്നത് വൈഫായിരുന്നു. അപ്പൊ അങ്ങനെ വീട്ടിലൊന്നും പിന്നെ ഇത്ര കടമുണ്ട് എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം വീട്ടിൽ നിന്നൊക്കെ പറയുമല്ലോ അത് ചെയ്യണ്ട, അതൊന്നും നടക്കില്ല, ഭയങ്കര പ്രശ്നങ്ങളാക്കുന്നു. അപ്പൊ അന്ന് കേൾക്കാതെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് കഴിയും എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ഒരു വർഷം കൊണ്ട് തന്നെ അത്രയും സെയിലും കാര്യങ്ങളും ഉണ്ടാക്കി എനിക്ക് അത്രയും കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നല്ല രീതിയിൽ പോകുന്ന സമയത്താണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പൊ ഇപ്പൊ അതെനിക്ക് നോക്കുമ്പോൾ അതെന്തായാലും നന്നായി എന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഒരു വർഷം ഞാൻ അത്രയും ഡിപ്രഷനിൽ പോയി പുറത്ത്. ഫ്രണ്ട്സ് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ഫ്രണ്ട്സ് നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അന്ന് എന്നോട് പറഞ്ഞത് വെച്ചാല് ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ് എന്ന് പറയുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് ഇത് പൊട്ടുന്ന നോക്കണം. നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. ഇത് പ്രശ്നങ്ങളിലേക്ക് പോകും, അതൊക്കെ ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കണം. പ്രശ്നങ്ങൾ മാത്രമാണ് എനിക്ക് അന്ന് പറഞ്ഞത്. അപ്പൊ അന്നും പിന്നെ അവരോട് നമ്മളൊരു ആഗ്രഹങ്ങൾ നമ്മളെ സ്വപ്നങ്ങൾ പറയാൻ വരാൻ വേണ്ടിയായി. പിന്നെ ഇവരങ്ങനെ കളിയാക്കാൻ തുടങ്ങി, കുറ്റപ്പെടുത്താൻ തുടങ്ങി. അപ്പൊ അവരുടെ ഇടയിലേക്ക് ഇറങ്ങാതെ പിന്നെ വീട്ടിൽ തന്നെ ആയിരുന്നു ഒരു വർഷം. അതിന്റെ ഇടയ്ക്കാണ് സാറിനെ മീറ്റ് ചെയ്യാൻ പോയത്, കൗൺസിലിങ്ങിന് എടുക്കാൻ പോയത്. എന്തോ സാർ അന്ന് തന്നെ കൗൺസിലിങ്ങിന് 1500-2000 രൂപ വാങ്ങുന്ന സമയമാണ്. എന്തോ എൻ്റെ അടുത്ത് നിന്ന് സാർ അന്ന് പേയ്മെന്റ് ഒന്നും മേടിക്കാതെയാണ് എനിക്ക് കൗൺസിലിംഗ് തന്നെ. 2-3 പ്രാവശ്യം ഞാൻ പോയി. അന്നൊന്നും ക്യാഷ് മേടിക്കില്ല. സാർ അങ്ങനെ സംസാരിച്ച് സപ്പോർട്ട് ചെയ്ത് വിടും. പിന്നെ എനിക്കത് സ്ഥിര ഒരു പരിപാടിയായപ്പോ സാർ എന്നോട് പറഞ്ഞു നീ ഇവിടെ തന്നെ നിൽക്കുക, എന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സാർ അന്ന് അവിടെ എന്റെ സാറിന്റെ കൂടെ അങ്ങനെ നിൽക്കും. അപ്പൊ സാർ എന്നെ വിളിക്കുന്ന സമയത്ത് പോലും സാറിന് അറിയില്ല. കാരണം ഞാൻ ഈ ഒരു ഫീൽഡ് എനിക്ക് അറിയാത്തൊരു ഫീൽഡാണ്. സാറിന് എന്തോ സമയത്ത് സാറ് വിളിച്ചും ചെയ്തു, ഞാനായിട്ട് ചെന്നും ചെയ്തു. ഞാൻ ആ വിളിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, വൈഫിനോട് ഞാൻ പറഞ്ഞു ഇന്ന് സാറ് വിളിക്കുന്നുണ്ട്, ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ദിവസം ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ആലോചിച്ച് സാറിനോട് രസ് പറയാൻ. സാറ് വിളിച്ച് ഒരു ഈവനിങ് ആണ് സാർ എന്നെ വിളിക്കുന്നത്. അപ്പൊ പിറ്റേ ദിവസം അതേ സമയം വരെ ഞാൻ നോക്കിയിരുന്നു എന്താണ് പറയേണ്ടത്. അവസാന വൈഫ് എന്നോട് പറഞ്ഞു എന്തായാലും സാറിനോട് പറയും, സാറല്ലേ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അങ്ങനെ സാറ് വിളിച്ചും ചെയ്ത് ഇവന് എന്ത് പണിയാണ് ഇവിടെ കൊടുക്കണ്ടേ. കാരണം ഞാൻ ഈ ഫീൽഡായിട്ട് ഒരു ടച്ചും ഇല്ല. കാരണം വീഡിയോ കാണുന്നല്ലാതെ ഞാൻ പഠിച്ചതും പിന്നെ വർക്ക് ചെയ്തൊക്കെ വേറെ മേഖലയായിരുന്നു.
അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓഫീസ് ഭയങ്കര രസമായിരുന്നു. സാർ ഉണ്ടായിരുന്നു, പിന്നെ എഡിറ്റർ മാറൂഫ് എന്ന് പറയും, പിന്നെ 2-3 പേരുണ്ടാവുന്നു. അപ്പൊ അവിടെ നല്ല രസമായിരുന്നു. ഊഞ്ഞാല ഉണ്ടായിരുന്നു നമുക്ക്, പിന്നെ അതുപോലെ ക്യാരം ബോർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് എല്ലാ ദിവസവും ഒരുപാട് ബുക്കുകൾ ഉണ്ടായിരുന്നു. അവിടെ പോവും, നിന്നിട്ട് അവിടെ ഇരിക്കും, ഊഞ്ഞാലാടും, അതുപോലെ ക്യാരംസ് കളിക്കും. ശരിക്കും എന്താ ചെയ്യേണ്ട അറിയില്ല. അപ്പൊ അങ്ങനെ സാർ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയാണ് പതുക്കെ ഞാൻ അവിടെ സാറിന്റെ ഒരുപാട് ബുക്കുകൾ ഉണ്ടായിരുന്നു. അതൊന്നും ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ സമയത്താണ് ചാർജ് നല്ല ഒരു നല്ല ലെവലിലേക്ക് എത്തിയിരിക്കുന്ന സമയത്താണ് സാർ എനിക്ക് ചെറിയൊരു ഡ്യൂട്ടി തന്ന ആ സമയത്ത്. ആ ഒരു ഗ്രൂപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ കാര്യങ്ങൾ അവർക്ക് ആ, ഒരു കൾച്ചർ ഉണ്ടായിരുന്നു, ചാർജ് കൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ LTC എന്ന് പറയുന്ന അന്ന് ചാർജ് കൾച്ചർ ആയിരുന്നു. ആ ചാർജ് കൾച്ചർ നോക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും മെസ്സേജ് അയക്കണം അവരോട്. എന്നൊക്കെ നമുക്ക് രാത്രി 10 മണിക്ക് കിടന്നുറങ്ങണം. 9:30 ആകുമ്പോഴേക്ക് നമുക്ക് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ 10 മണിക്ക് ഉറങ്ങാൻ. രാവിലെ 5 മണിക്ക് എണീറ്റ് മെഡിറ്റേഷൻ, അതുപോലെ എക്സസൈസ്, കാര്യങ്ങളൊക്കെ, റീഡിങ്, എല്ലാ കാര്യങ്ങളും വെച്ചാണ്. അപ്പം രാവിലെ എണീറ്റ ഉടനെ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അലാറം വയ്ക്കാം, അതുപോലെ നമുക്ക് ആരെങ്കിലും വിളിച്ച്, നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ച് അവരെ ഉണർത്താം. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അത് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഇവർക്ക് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും, ഒരു ദിവസം ഞാൻ പറഞ്ഞു ഫോണൊക്കെ മാറ്റി വെച്ച് 10 മണിക്ക് ഉറങ്ങണം. അപ്പൊ 1-2 ദിവസം പറഞ്ഞു. അപ്പൊ എല്ലാ ദിവസവും ഈ ഉറങ്ങാൻ പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണുന്നവർക്ക്. അപ്പൊ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബുക്ക് വായിക്കാൻ തുടങ്ങിയില്ല. അപ്പൊ അതിൽ നല്ല കോഡ്സുകൾ എടുത്തിട്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അയക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് ഇങ്ങനെ ആളുകൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ആ ഒരു സമയത്ത് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഫോണിൽ തന്നെ ചെറുതായിട്ടൊരു ഒരു കോഡ്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ ദിവസവും രാത്രി അയക്കാൻ തുടങ്ങി. അപ്പൊ ഒരുപാട് മെസ്സേജ് എനിക്ക് വരാൻ തുടങ്ങി. പിന്നെ അത് ഞാൻ മാറ്റി രാവിലേക്ക് ആക്കി. അങ്ങനെ അവിടെ ഞാനൊരു ഡിസൈനറായി. പിന്നെ ആ ഒരു വന്ന് ഡിസൈനറായി, കോഡ്സുകൾ, പിന്നെ ഒരുപാട് കോഡ്സുകൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഷാഫി ഇൻസ്പേഴ്സിൽ ഇപ്പോ നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. ആ കോഡ്സുകളൊക്കെ അന്ന് ഞാൻ എഴുതിയത് ഞാനാണ്. ഒരു ഏകദേശം ഒരു 500 ആ ഒരു ഇതിലേക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കോഡ്സുകൾ എഴുതാൻ തുടങ്ങി. പിന്നെ അവിടുത്തെ മൈൻഡ് പവർ, അങ്ങനെ അതിൽ മെന്ററിങ്ങും കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഡിസൈനറായി, കണ്ടന്റ് റൈറ്ററായി. അങ്ങനെ അവിടെ എടുക്കാത്ത ഒരു പണിയില്ലാതെ എല്ലാ പണിയും ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. ആ ഒരു എന്ന് പറയുന്ന പോലെ ഒരു ബംഗാളി ചെയ്യുന്നതാണ് എല്ലാം ഞാൻ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് മുതൽ പിന്നെ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ സാറിന്റെ കൂടെ തന്നെ ആയിരുന്നു. Alright. So that is, yeah, പറഞ്ഞോളൂ. ഇതാണ് എന്റെ തുടക്കം സാറിന്റെ കൂടെ എന്ന് പറയുന്നത്. അതെ. അപ്പൊ ഇതാണ് ശരത് എന്ന് പറയുന്ന ഒരു വ്യക്തി ജേണി, ആ സ്റ്റഡി ഒന്ന് ആലോചിച്ച് നോക്കൂ. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്ന് ഇന്നിപ്പം ആള് നമ്മുടെ കൂടെ ഈ ഒരു 7 വർഷം 8 വർഷത്തോളമായി അല്ലെ. അപ്പൊ ഇത്രയും വർഷത്തെ ഒരു യാത്രയിലൂടെ നമ്മൾ ആൾക്ക് വന്ന ട്രാൻസ്ഫോർമേഷൻ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആള് ഒരു മെഡിറ്റേഷൻ കോഴ്സ് ഡിസൈൻ ചെയ്തു. ഓക്കെ, ദെൻ മെഡിറ്റേഷൻ കോഴ്സ് ഡിസൈൻ ചെയ്തത് മാത്രമല്ല, പിന്നീട് കുറച്ചു കാലം നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുകയും സ്വന്തമായിട്ട് പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ആ ആളുടെ ഒരു കോൺഫിഡൻസ് മാറുന്നത്, ക്ലാരിറ്റി മാറുന്നത്, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ആ ഒരു ഒറ്റ സ്റ്റോറിയിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഇന്ന് എവിടെയാണ് എന്നുള്ളതല്ല പ്രധാനം. നമ്മൾ എവിടെയോ നാളെ എന്തോ നമ്മളൊന്നും പോലും പ്രതീക്ഷിക്കാത്തതോ അല്ലെങ്കിൽ വലിയൊരു സാധ്യതയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അന്നുണ്ടോ ഒരു ഫോട്ടോ എടുക്കാൻ സമയം അല്ലെങ്കിൽ ചോദിക്കാൻ, പെർമിഷൻ ചോദിക്കാൻ പോലും കഴിയാത്ത സ്റ്റേജിൽ നിന്ന് ഇന്ന് പലപ്പോഴും എന്താ പറയുക, ആരൊക്കെ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്കുള്ള റോളിലേക്ക് പുള്ളി കയറുകയും ആ ഒരു ലെവലിലുള്ള റോളിലേക്ക് എന്താ വെച്ചാൽ പുള്ളി എത്തി എന്നുള്ളതാണ്. അത്രയും ക്ലോസ് ആയിട്ടുള്ള നൗ വി ആർ എൻറ്ററിങ് ഇൻ ടു എ ന്യൂ ലെവൽ ഓഫ് ബിസിനസ് പാർട്ണർഷിപ്പ്. ഒരു ക്ലയന്റ് ആയിട്ട് വന്നിട്ട് ഒരു പ്രൊജക്റ്റിലെ ഒരു പാർട്ണറായിട്ട് മാറുന്ന തരത്തിലുള്ള ഒരു പൊസിഷനിലേക്ക് ആള് നമ്മുടെ കൂടെ എത്തിച്ചേരുക എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, എവ്രി വൺ ഹാസ് എ ജേണി. അപ്പോ ഈ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ലൈഫിൽ ആ ജേണി ഉണ്ടാവും. ആ ജേണി നമ്മൾ എന്താ വെച്ചാൽ എങ്ങനെ പോകും നമുക്ക് അറിയില്ല, പക്ഷെ വി ഹാവ് ടു ട്രസ്റ്റ് ഇറ്റ്. ശരത് ഏറ്റവും കൂടുതൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ട്രസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എനിക്കറിയില്ല ശരത് എങ്ങനെയാണ് ഈ ട്രസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം പലപ്പോഴും എനിക്ക് തോന്നുന്നത്, ഞാൻ പലപ്പോഴും ചിന്തിച്ചെന്ന് വെച്ചാൽ വേറെ വഴിയില്ലല്ലോ.
അങ്ങനെയുള്ള ചിന്തിച്ചുകൊണ്ട് ചിലപ്പോൾ ട്രസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ വേറെ ചില നേരത്തെ എന്ന് വെച്ചാൽ ട്രസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും അത് പറയാൻ പോലും കഴിയില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഡൗട്ട്സുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പറയാതെ പക്ഷെ എന്നാലും അവിടെ ക്ഷമിച്ച് നിൽക്കും. ആ ക്ഷമ ആണ് എന്താ വെച്ചാൽ ശരത്തിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഏറ്റവും ഞാൻ ലേൺ ചെയ്തൊരു കാര്യം ശരത്തിന്റെ ജേർണിയിൽ നിന്ന് കൺസിസ്റ്റൻസിയാണ്. ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യും, തുടർച്ചയായിട്ട് ചെയ്യും. എനിക്ക് പോലും ആ കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളത് ഞാൻ ശരത്തിനോട് വരെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ആ ലെവലിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യും. എനിക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ടീമിനെ ബിൽഡ് ചെയ്യുന്നത്. പല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് വേണം, സപ്പോർട്ട് വേണം. എന്നാൽ ശരത്ത് അങ്ങനെയല്ല. ശരത്ത് ഏതൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊതുവെ അവൻ ഏറ്റെടുക്കുന്ന 80% കാര്യം അവൻ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്തായിട്ട് അതെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ കൊണ്ട് പറ്റില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുക? ഞാൻ അതിനെ സിംപ്ലിഫൈ ചെയ്യും. ഞാനെല്ലാം എങ്ങനെ ബുദ്ധിപരമായിട്ട് ടാക്കിൾ ചെയ്യാമെന്ന് ഞാൻ ആലോചിക്കാം. എന്നിട്ട് നേരെ അതിനൊരു സിസ്റ്റം ഉണ്ടാക്കും. അപ്പം ഈ ബിസിനസ്സിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നടക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടക്കണം, സെയിൽസ് നടക്കണം, അതേപോലെ തന്നെ സർവീസ് കറക്റ്റായിട്ട് നടക്കണം, ക്ലയൻസ് നല്ല ഹാപ്പി ആയിരിക്കണം. അതേപോലെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നടക്കേണ്ടത്. ടീമിന്റെ ഓപ്പറേഷൻസ്. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് നടക്കേണ്ടതൊക്കെ ഓരോരുത്തർക്ക് ചെറുതാക്കി പീസ് ആക്കിയിട്ട് ഭാഗിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അതിന്റെ ഉത്തരവാദിത്തമേ ഉള്ളൂ, അതിന്റെ ടെൻഷനേ ഉള്ളൂ. ഫൈനാൻഷ്യൽ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ മാനേജ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ശരത്ത് എനിക്കൊരു ചോദിക്കാനുള്ളത് വെച്ചാൽ, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ കൺസിസ്റ്റൻസി? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. എന്താണ് കൺസിസ്റ്റൻസിയുടെ സീക്രട്ട്? എന്താ? ഇവിടെ ജസീല ഇവിടെ തൊട്ട് മുമ്പ് കമന്റ് ചെയ്തിട്ടുള്ളത് കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. അപ്പോൾ ജസീലെ പോലെ ഒരുപാട് പേർക്ക് എന്താ വെച്ചാൽ അറിയാൻ താല്പര്യം ഉണ്ടാവും. ഇങ്ങനെ ഏതൊരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്നതിലൊക്കെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് ശരത്? പറ. ഞാന് അതിനെക്കുറിച്ച് ഞാൻ സാറൊക്കെ എപ്പോഴും പറയുമെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ചിന്തിച്ചിട്ടില്ല. കാരണം ഞാനത് ഏറ്റെടുക്കാറുണ്ട്. സാറ് പറയുന്ന കാര്യങ്ങൾ സാറ് ഇപ്പൊ പറഞ്ഞ പോലെ വിശ്വാസം ഉണ്ടല്ലോ സാറ് എന്നെ വിളിച്ചത്. എന്തായാലും സാറിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാല് ഒരിക്കലും നമുക്കൊരു നഷ്ടം വരില്ല. എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്. ആ ഒരു ഇതിൽ തന്നെയാണ് സാറിന്റെ അത്ര വിശ്വസിച്ചിട്ട് സാറിന്റെ കൂടെ നിന്ന് തന്നെ ഇപ്പോഴും. അതെ, എന്റെ ലൈഫില് ആരെക്കാളും ശരത്, യു ആർ നോട്ട് ഓഡിബിൾ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ടേക്ക് യുവർ ടൈം ആൻഡ് കം. ഓക്കെ, ശരത്ത് വരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഐ തിങ്ക് ആള് എന്തോ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വന്നപ്പോഴേക്കും ഇമോഷണൽ ആയെന്ന് തോന്നുന്നു. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ടൈം കൊടുക്കാം. ഇറ്റ്സ് ഓക്കെ. കാരണം ഞങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ അങ്ങനെയാണ്. അത്രയും ലൈക്ക് ഭയങ്കര ബോണ്ടിങ് ആണ്. എൻ്റെ ലൈഫിൽ ഐ മീൻ അവൻ്റെ ലൈഫിൽ ഏറ്റവും പ്രയാസവും ബുദ്ധിമുട്ടും സംഗതികളൊക്കെ വന്നിരുന്ന സമയത്താണ് എൻ്റെ അടുത്തേക്ക് വരികയും കണക്റ്റഡ് ആവുകയും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ആൻഡ് എൻ്റെ ലൈഫിലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ലേറ്റർ സ്റ്റേജിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ, എൻ്റെ കൂടെ ആരും ഇല്ലാതിരുന്നപ്പോൾ എൻ്റെ കൂടെ വന്നതും ഞാൻ വിളിച്ചപ്പോൾ വരികയും എന്താ പറയുക എൻ്റെ കൂടെ നിൽക്കുകയും ഇപ്പോഴും കട്ടൊക്കെ സപ്പോർട്ട് നിൽക്കുന്ന ഒരാളാണ്. സോ ദാറ്റ് കൈൻഡ് ഓഫ് ബോണ്ടിങ് വി ഹാവ്. സോ നമ്മൾ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഞാനാണെങ്കിലും അവനാണെങ്കിലും ചിലപ്പോൾ ഇമോഷണൽ ആയി പോകും. സോ ഹോപ്പ് ശരത് വിൽ കം ബാക്ക്. നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടേക്ക് യുവർ ടൈം ശരത്, കം ബാക്ക്. വി ആർ വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യുക, ശരത്തിന് വേണ്ടിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് കം ബാക്ക്. യു ക്യാൻ ജസ്റ്റ് കം ബാക്ക്. കം ബാക്ക്. CB എന്ന് കമൻറ്റ് ചെയ്തോളൂ. CBS, come back Sharad. CBS. Okay. Yeah, take your time. Yes. Okay, Umeva commenting CBS. Come back Sharad. Come back Sharad. So, very good. അപ്പം പറഞ്ഞതുപോലെ ഇവിടെ പലരും കമന്റ് ചെയ്യുന്നുണ്ട്. ആരോട് കമന്റ് ചെയ്തിട്ടുണ്ട്? ജെബിനാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്യും കേട്ടോ. ഹീ ഈസ് സച്ച് കൈൻഡ് ഓഫ് സോൾ. ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു സോളാണ്. അപ്പം അത്രയും നല്ല സോളാകുമ്പം അതിങ്ങനെയാണ്. ഓക്കെ, അതിന്റെ പ്യൂരിറ്റി കൊണ്ടാണ്. സോ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ലെറ്റ്സ് കം ബാക്ക്. ഐ നോ, ഐ ടോൾഡ് യു റൈറ്റ്, ഈ ഒരു സെഷൻ. ഓക്കെ ശരത്, കം. താങ്ക് യു. പറഞ്ഞോളൂ. ഈ ഒരു റെയിൽമേൽ ഇരിക്കാൻ തന്നെ എനിക്ക് പേടിയതാണ്. പലപ്പോഴും വിളിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് ചിലപ്പം ചിന്തിക്കും കയ്യിൽ നിന്ന് പോകുന്നു. That's okay.
അപ്പം പറഞ്ഞു എന്താ ഒരു കൺസിസ്റ്റൻസിയുടെ കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ വാട്ട് ഈസ് യുവർ ലൈക്ക് സീക്രട്ട് ടു കൺസിസ്റ്റൻസി? നമുക്ക് ആ അപ്പോ ടോപ്പിക്. അതില് സീക്രട്ട് ഒന്നുമില്ല. ഞാൻ കൂടുതലൊന്നും ചിന്തിക്കാറില്ല. അപ്പൊ സാറ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തു. എന്തായാലും ഞാൻ ചെയ്യണം. അത് ആ ഒരു കറക്റ്റ് സമയത്ത് ഞാൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അത് ഞാൻ ചെയ്യും. അത്രയും ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് അതിനെ കൂടുതൽ ചിന്തിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു സമയത്ത് ഇപ്പൊ നമ്മളെ മെഡിറ്റേഷൻ ആയാലും ഏത് കാര്യമായാലും ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഒരാളുകൾക്ക് വാക്ക് കൊടുത്താണ്. അപ്പൊ അവര് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം അപ്പൊ അത് ഞാൻ കാരണം അവരൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കാറുള്ളത്. അപ്പം കറക്റ്റ് ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതായിരിക്കാം സാറ് പറയുമ്പോൾ എപ്പോഴും സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അത്രേ ഉള്ളൂ. ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതാണ് അതിന്റെ സീക്രട്ട്. പലപ്പോഴും ഞാൻ പറയാറുണ്ടെന്ന് വെച്ചാൽ മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഗതി ആർക്കും ആവശ്യമില്ല. നമുക്ക് പലയൊക്കെ മോട്ടിവേഷൻ ആവശ്യമുണ്ടോ? ചായ കുടിക്കാൻ മോട്ടിവേഷൻ ആവശ്യമുണ്ടോ? ടോയ്ലറ്റ് പോകാൻ മോട്ടിവേഷൻ ആവശ്യമുണ്ടല്ലോ. നമുക്ക് അവിടെ എന്താ വെച്ചാൽ നമ്മൾ അധികം ചിന്തിക്കില്ല. അത് പോയിട്ട് അങ്ങ് ചെയ്യും. അത് ചെയ്യേണ്ടതാണ് ചെയ്യും. അത്രയേ ഉള്ളൂ. ജസ്റ്റില മനസ്സിലായോ? പല കാര്യങ്ങളും സാറിന്റെ സീക്രട്ട് മനസ്സിലായോ? അദ്ദേഹം എന്ത് ചെയ്യില്ല, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കില്ല എന്നുള്ളതാണ് സീക്രട്ട്. ഇതെങ്ങനെ ഞാൻ ചെയ്യും? ചെയ്യണം, ചെയ്യേണ്ടതാണ്, പോയിട്ട് ചെയ്യും. ഒന്ന്. രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ പോലെ അസ്മൻ ഇവിടെ കമന്റിൽ പറഞ്ഞ പോലെ കമ്മിറ്റ്മെന്റ് ആണ്. ലൈക്ക് മറ്റൊരാൾക്കാർക്ക് കൊടുത്തിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട്, വാക്കുണ്ട്. ശരത്ത്, എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. പലപ്പോഴും ശരത്ത് ഇപ്പോൾ നമ്മുടെ തന്നെ അഡ്വാൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആദ്യം അഡ്വാൻസ് പ്രോഗ്രാം ട്രയൽ നടത്തിയത് ശരത്തിന്റെ പുറത്താണ് കേട്ടോ. ശരത്ത് മാജ്ര മാമിന്റെ മുകളിലാണ് ഞാൻ അഡ്വാൻസ് പ്രോഗ്രാം എന്താ വെച്ചാൽ ആസ് എൻ ഓഡിയൻ തേർഡ് പേഴ്സണിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. സോ ശരത്ത് ആക്ച്വലി ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ശരത്തിനോട്? ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ എങ്ങനെയുണ്ട്? ആ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് എന്താ വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ ഇതുവരെ മെഡിറ്റേഷൻ ചെയ്തതുപോലെ EFT വേറെ നമ്മൾ ആ ഒരു പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ശരിക്കും നമ്മളായിട്ട് കണക്ട് ചെയ്യുന്നത്, നമ്മൾ ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഏതൊരു സിനിമയിൽ വരുന്നുണ്ട്, നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നത് നമ്മൾ അറിയാതെ തന്നെ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ അറിയില്ല ഇതിന്റെ എന്താണ് കാരണം. നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും. നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നമുക്ക് പ്രസന്റിലായിട്ട് നിന്നിട്ട് അത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. നമ്മളെപ്പോഴും കണക്റ്റഡ് ആണ്. സോ ആ കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ശരത്ത് ചെയ്തല്ലോ അല്ലേ? പ്രാക്ടീസ്. അപ്പൊ ശരത് നേരത്തെ പറഞ്ഞ പോലെ കമ്മിറ്റ്മെന്റ്, മറ്റുള്ളവർക്ക് ഞാനൊരു വാക്ക് കൊടുത്തതാണ്. അപ്പൊ ആ വാക്ക് കൊടുത്തത് കൊണ്ട് എനിക്ക് അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. വാക്ക് കൊടുത്തിട്ട് ഞാൻ കാരണം അവർ ബുദ്ധിമുട്ടാവരുത്. അത് ഓക്കെ, അത് നമുക്ക് മനസ്സിലാവും. നമുക്ക് ആൾക്കാരും കൺസിസ്റ്റന്റ് ആയിരുന്നത് മറ്റു പലരും ഏൽപ്പിച്ച ജോലികൾ. പക്ഷെ നമ്മൾ സ്വയം നമുക്ക് വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്ന ചില ജോലികൾ അത് നമ്മൾ കമ്മിറ്റഡ് ആവാതെ, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യണം, ഞാൻ ജിമ്മിൽ പോകണം, ഞാൻ വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഞാൻ മെഡിറ്റേഷൻ ചെയ്യണം. വേറൊരാൾക്കും അല്ലല്ലോ, നമുക്കാണ് നമ്മൾ വാക്ക് കൊടുത്തത്. പലപ്പോഴും പാലിച്ചില്ലെങ്കിൽ നമ്മളല്ലേ ബുദ്ധിമുട്ടാകുന്നുള്ളൂ, അല്ലെങ്കിൽ വേറെ ആരും ബുദ്ധിമുട്ടാകുന്നില്ലല്ലോ. ആ ഒരു കമ്മിറ്റ്മെന്റിലുള്ള അതിലുള്ള ആ വാക്ക് കൊടുക്കുക, സ്വന്തം കാര്യങ്ങളിലും ആ കൺസിസ്റ്റൻസി എങ്ങനെയാണ് പാലിക്കാൻ പറ്റുന്നത്? അതിന്റെ സീക്രട്ട് എന്താണ്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? അത് എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വർക്ക് പോകുന്നതാണ്, ഒരുപാട് ആളുകളോട് ഡെയിലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ ഒരുപാട് കേൾക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മളെ തന്നെ ഒരുപാട് ബാധിക്കും. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഫീൽ ചെയ്യാതെ, ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാതെ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് ഡെയിലി നമ്മൾ മെഡിറ്റേഷൻ ആയാലും മറ്റുള്ള നമുക്ക് വേണ്ടിയിട്ട് ചിലപ്പം പറഞ്ഞ പോലെ ഒരു നിർബന്ധിതമായിരുന്നുണ്ട്. നമുക്ക് ചെയ്യാതെ നമ്മൾ ഡൗൺ ആവും. അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ഡെയിലി കേൾക്കുമ്പോൾ ഒരു ദിവസം തന്നെ ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കും. നമ്മൾ തന്നെ നമ്മളെ ഹീൽ ചെയ്യാതെ പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ആയാലും ഈ ഒരു മെഡിറ്റേഷൻ ആയാലും ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഒരു നിർബന്ധിതമായ ഒരു അവസ്ഥയാണ്. അതായത് എൻ്റെ ലൈഫ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരുമായിട്ട് ഹീലിങ്ങും കാര്യങ്ങളും ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്നു, ഒരു എനർജി ട്രാൻസ്ഫറിങ് നടക്കും. ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്. പലരും ഇതിൽ കോച്ചായിട്ടോ അവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആരെങ്കിലും ഇവിടെ കോച്ചുമാരോ ഹീലർമാരോ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും ഉണ്ടോ കോച്ചുമാർ ആവാൻ ആഗ്രഹിക്കുന്നവരോ ഓൾറെഡി ആയിട്ടുള്ളതോ കൗൺസിലിങ്ങോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന തെറാപ്പികളൊക്കെ കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരുപാട് എനർജി ട്രാൻസ്ഫറിങ് നടക്കും ക്ലയൻസുമായിട്ട്. നിങ്ങൾ ആരോടും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ എനർജി, അപ്പോൾ നമ്മൾ കൂടുതൽ ഹീലിംഗ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ശരത്ത് ആ ലെവലിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ദ കൺസിസ്റ്റൻസി ഈസ് ദേർ, സ്റ്റിൽ ദേർ. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന്റെ മുൻപ് അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു.
ആ പറഞ്ഞു. മെഡിറ്റേഷൻ തന്നെ ഞാൻ അത്ര ഇഷ്ടപ്പെട്ടാണ് ചെയ്തത്. അന്ന് എന്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ, എനിക്കിങ്ങനെ ആ ഒരു ഡിപ്രഷനിൽ പോയിരുന്ന സമയത്ത് 1 ഇയർ ഇങ്ങനെ വീട്ടിലിരുന്ന് ആ ഒരു സമയത്ത് എന്റെ ലൈഫിൽ ചേഞ്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ ചേഞ്ച് വന്നു എന്ന് മനസ്സിലായത് ആ ഒരു മെഡിറ്റേഷൻ ആണ്. അപ്പൊ അത്രയും ഇഷ്ടം കൊണ്ട് ആണ് തന്നെ അന്ന് ചെയ്തത്. പിന്നെയാണ് നമ്മൾ ആ ഒരു മെഡിറ്റേഷന്റെ കോഴ്സ് തന്നെ ഡിസൈൻ ചെയ്തത്. അപ്പൊ ആ ഒരു സമയത്ത് സ്ഥിരമായിട്ട് ഒരു 90 days ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, നമുക്ക് ഒരുപാട് ഇൻഡ്യൂഷൻസ്, പല കാര്യങ്ങൾ നമുക്കിങ്ങനെ മുന്നിൽ കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. ആ ഒരു സമയത്ത് എന്റെ ലൈഫിൽ എനിക്ക് നടക്കാൻ പോകുന്ന, ചിലപ്പോൾ നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ, നടക്കാൻ പോകുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളോ എനിക്ക് മുന്നിൽ ഇങ്ങനെ കാണിച്ചു തന്നൊരു സമയം ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട് തന്നെ. അപ്പൊ ഞാനൊരു പ്രാവശ്യം ഇതേപോലെ തന്നെ സാറിൻ്റെ അടുത്ത് പോയി മെഡിറ്റേഷൻ ഞാൻ നിർത്തി വെച്ചു. എന്താണ് എന്റെ ലൈഫിൽ സംഭവിക്കുന്നത്, കാരണം പ്രശ്നങ്ങൾ, അപകടങ്ങൾ അങ്ങനെ എന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയാതെ ഞാനൊരു ആരോടും പറയാതെ തന്നെ ഒരാഴ്ച ഞാൻ മെഡിറ്റേഷൻ നിർത്തി വെച്ചു. അപ്പൊ ആ ഒരു സമയത്ത് നിർത്തിയത് കൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഞാൻ ഡൗൺ ആയി. പിന്നെ ഒന്നുകൂടി പിന്നെ ഈ പ്രശ്നങ്ങളും കാണാൻ തുടങ്ങി. പിന്നെ നല്ല ഹാപ്പിനെസ് ഉള്ള കാര്യങ്ങളും വരുന്നുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ മറ്റുള്ള നമ്മുടെ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് വരെ നമ്മൾ പല കാര്യങ്ങളും അവരെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞോ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന പറയുമ്പോൾ അത് അവരുടെ ലൈഫിൽ അതേപോലെ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഞാനത് ആ ഒരു മെഡിറ്റേഷൻ നിർത്തി വെച്ചു. എന്നിട്ട് സാറിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന പേടിച്ചിട്ട് തന്നെ ഞാൻ മെഡിറ്റേഷൻ നിർത്തിയിട്ട് സാറിനോട് പറഞ്ഞു. സാർ പറഞ്ഞു അത് നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിനു വേണ്ടി കുറെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടി പിന്നെ അത് നടക്കാതെ പോയി. പിന്നെ ഇപ്പോ പറഞ്ഞ പോലെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ആ സംഭവം ഞാൻ അതിന് വേണ്ടി ഇപ്പൊ ചെയ്യുന്നില്ല, ഇപ്പൊ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ പല കാര്യങ്ങളും വീണ്ടും പഴയത് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ലൈഫിൽ. ഇപ്പൊ സാറ് പറയും മിറാക്കിൾ എന്ന് പറയാൻ പറ്റില്ല, പറയരുത് എന്ന് പറയും. അപ്പൊ അതേപോലെ തന്നെ അത്ഭുതങ്ങള് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും അതേപോലെ പല ആളുകളിലൂടെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാം വരാൻ പോവാണ്. ഐ തിങ്ക് ഏതാ ഡേറ്റ് വരുന്നത് ശരത്? അഡ്വാൻസ് പ്രോഗ്രാം ഡേറ്റ് ഏതാ വരുന്നത്? 3, 4, 5 അടുത്ത മാസം. 3, 4, 5 അല്ലെ? 3 ദിവസത്തെ പ്രോഗ്രാം ഉണ്ട്. അത് 2 നിങ്ങൾ 2, 3 2, 3 ഓക്കെ. എനിക്കറിയില്ല, ഞങ്ങൾക്ക് തന്നെ അറിയില്ലേ 3, 4, 5 സർ, അല്ലേ 2 സജീറ? ആ 2 പറഞ്ഞു. എനിക്ക് രണ്ടല്ല, 2 കേട്ടോ, 3 സജീറ കൺഫ്യൂഷൻ ആക്കരുത്. ഓക്കെ. അപ്പോ 3, 4, 5 എന്ന് പറയുന്ന ദിവസം, ആ 3, 4, 5 ദിവസങ്ങളിൽ 1 മിനിറ്റ് ഞാൻ പറയട്ടെ ജസില. 3, 4, 5 തീയതികളിൽ നമ്മളുടെ അഡ്വാൻസ് പ്രോഗ്രാം വരികയുണ്ട്. ശരത്തിന് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ശരത്തിന് പണ്ടുണ്ടായിരുന്ന ആ ഒരു ക്ലയർ വോയിൻസ് എന്ന് ഇതിന് പറയാം. അതായത് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് പലതും കാണാനും കേൾക്കാനും ഒക്കെ പറ്റും. നമ്മുടെ 3 ഡയമെൻഷനിൽ നിന്ന് 4th ഡയമെൻഷനിലേക്ക് പലതും കാണാൻ പറ്റും. മുൻകൂട്ടി പല കാര്യങ്ങളും കാണാൻ കഴിയും. ഇൻഡ്യൂഷൻ പവർ കൂടും. ഇൻഡ്യൂഷൻ പവർ കൂടി കഴിഞ്ഞാലുള്ള പ്രത്യേകത വെച്ചാൽ പല തോന്നലുകളും ശരിയായി തുടങ്ങും. നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തികൾ അത് പവർഫുൾ ആയിട്ട് നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ടും നിങ്ങളുടെ പല മേഖലകൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. വിസ്ഡംസ്, നല്ല ഐഡിയാസ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരാൻ തുടങ്ങും. നല്ല നോളജ് നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മൈൻഡിന്റെ അപാരമായ സാധ്യതകൾ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ അപാരമായ സാധ്യതകൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. ആ സ്പേസിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. ഓൾറെഡി ശരത്ത് അത് പ്രാക്ടീസ് ചെയ്തിട്ട് ശരത്തിന് പണ്ടുണ്ടായിരുന്ന അത്തരത്തിലുള്ള സ്കില്ലുകൾ നഷ്ടപ്പെട്ടിരുന്നു. മെഡിറ്റേഷൻ പണ്ട് ചെയ്തിരുന്ന സമയത്ത് ആ സ്കില്ല് ഉണ്ടായിരുന്നു. അത് പിന്നീട് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം നഷ്ടപ്പെടുകയും ഇപ്പോ ഈ ഒരു അഡ്വാൻസ് പ്രോഗ്രാമിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന സെയിം ടൂള് ആള് പ്രാക്ടീസ് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്തപ്പോൾ സെയിം എക്സ്പീരിയൻസുകളും സെയിം ഇൻറ്റ്യൂഷൻ പവറും തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ പവർഫുൾ ആയിട്ട് നമുക്ക് നമ്മളെ തിരിച്ചു കിട്ടാനും വളരെ നല്ല രീതിയിലുള്ള കാം സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നമുക്ക് നിൽക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാമും കൂടിയാണ്. പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ശരത്, ഞാൻ അടുത്തൊരു കാര്യം ചോദിക്കാം. ശരത്തിന്റെ നമ്മുടെ കോഴ്സിലെ EFT എന്ന് പറയുന്ന കോഴ്സ് ചെയ്തിട്ട്, EFT കോഴ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാമല്ലോ. EFT എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാക്ടീസ് എന്താണ്? EFT എന്റെ കൂടെ മൈൻഡ് പവറിൽ എന്റെ കൂടെ വന്ന ആളാണ്, മൈൻഡ് പവർ പഠിച്ച ആളാണ്. മൈൻഡ് പവറിൽ നിന്നും EFT എത്ര കണ്ട് ഡിഫറെന്റ് ആണ്? എന്താ തോന്നിയിട്ടുള്ളത്? നമുക്ക് മൈൻഡ് പവർ ചെയ്യുന്ന ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് എങ്ങനെയാണ് ബാധിച്ചവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അതിന്റെ റൂട്ട് കോസ് ഒന്നും നമുക്ക് കണ്ടെത്താൻ പറ്റാറില്ലായിരുന്നു. അങ്ങനെ ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ചേഞ്ച് ആവുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് അറിയാൻ പറ്റാതെ, നമ്മൾ പോലും അറിയാതെ നമ്മൾ ചേഞ്ച് ആവുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ
കാണാൻ പറ്റുന്നുണ്ട്. EFT നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ലൈഫിൽ ഞാൻ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച് തന്നെ ഇന്ന കാരണം കൊണ്ടാണ് ആ ഒരു സമയത്ത് ആ ടാപ്പ് ചെയ്യുന്ന സാർ എനിക്ക് ഫസ്റ്റ് സാറാണ് എനിക്ക് ചെയ്തു തരുന്നത്, ഹീൽ ചെയ്ത് തരുന്നത്. ആ ഒരു സമയത്ത് ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പൊ ഈ അതിന് തന്നെ എടുത്തൊരു പ്രശ്നം, അന്ന് എൻ്റെ ഒരു 6 വയസ്സിലേക്കാണ് പോയത്. ആ ഒരു സമയത്ത് അവിടെ നടന്ന ഞാൻ അന്ന് സംസാരിച്ച അവരെന്നോട് പറഞ്ഞ ആ കാര്യങ്ങൾ പോലും അവിടെ അന്ന് നമ്മളെ ഇട്ടിരുന്ന ഡ്രസ്സ് പോലും അവര് നമ്മളോട് പറഞ്ഞ വാക്കുകൾ പോലും നമുക്കവിടെ ഈ പ്രായത്തിൽ നമുക്കത് കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകാൻ പറ്റും അതുവരെ നമുക്ക് കാണാൻ പറ്റും ചില കേസിൽ. അപ്പോ എനിക്ക് അത്രയും എൻ്റെ ലൈഫിൽ വീണ്ടും പറഞ്ഞ പോലെ എന്റെ റൂട്ട് കോസ് കണ്ടെത്താൻ പറ്റി. ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് നമുക്ക് EFT മൈൻഡ് പവർ അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ EFTയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റും. ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ, ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ EFTയിലൂടെ 1-2 ഒരു എന്താണ് സ്പെസിഫിക്കലി എന്ത് ഹെൽത്ത് ഇഷ്യൂസ് ആണ്, ചലഞ്ചസ് ആണ് മാറിയിട്ടുള്ളത്? നമ്മുടെ ആ ഒരു അന്നത്തെ തെറാപ്പിക്ക് ശേഷം സംഭവിച്ച ചില കാര്യങ്ങളുണ്ടാവും അല്ലെ? അന്ന് ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ കൂടെ പറയാം. അതായത് ശരത് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, ഏകദേശം ഒരു 10 മാസം മുൻപാണ് അല്ലെ ശരത്? അതെ. 10 months മുമ്പ് എൻ്റെ അടുത്ത് വരുന്നു. EFT 10 months മുമ്പാണ് പുള്ളി ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്, EFT പരിചയപ്പെടുന്നത്. പക്ഷേ ലോ ഓഫ് അട്രാക്ഷനും മൈൻഡ് പവറും ഒക്കെ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് പുള്ളിക്ക് കണക്ഷൻ ഉണ്ട്. ഒരു 10 വർഷമായിട്ട് പുള്ളിക്ക് കണക്ഷൻസും സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു 10 മാസം മുൻപ് ഞങ്ങളിങ്ങനെ എനിക്ക് ഹെൽപ്പ് വേണ്ട ഒരു സാഹചര്യം വന്നു. ഞാൻ പോയി കണ്ടു, ശരത്തിനോട് പറഞ്ഞു, മറ്റേ സിനിമയിൽ ചോദിക്കുന്ന പോലെ എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിക്കുന്ന മാതിരി ഞാൻ ചോദിച്ചു. ആള് വന്നു, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആരുമില്ല, ഞാനും ശരത്ത് മാത്രമാണ് ഓഫീസിലുള്ളത്. നോ വൺ ഈസ് ദെയർ. അതിനു മുൻപ് ഏകദേശം 100ഓളം സ്റ്റാഫും ടീമുമായിട്ട് വർക്ക് ചെയ്തിരുന്ന പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നു. സോ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് എല്ലാം ലോസ് ആയിട്ട് നിൽക്കുന്ന, ഇനി എന്താ ചെയ്യാന്ന് ഞാൻ ശരത്തിനോട് തന്നെ ഇങ്ങനെ ചിന്തിച്ച് ഞാനിങ്ങനെ വളരെ ജെനുവൻലി ആം സ്പീക്കിംഗ്. ഞാൻ നിന്നിട്ട് ശരത്ത് നടക്കുമോ, നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഡൗട്ടാണ്. ചെയ്യണം എന്നുള്ള നിർബന്ധിത അവസ്ഥ, ജീവിക്കാൻ വേറെ വഴിയില്ല. ശരത്തെ നടക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പറയുന്ന സമയത്ത് പോലും ഞങ്ങള് ഓഫീസ് സംഗതികൾ ടേബിൾ ആരുമേ നമുക്ക് ഹെൽപ്പിനില്ല, എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യാണ്. ഞാൻ ഇരുന്ന് വിയർത്ത് കുളിച്ച് അപ്പൊ ടയേർഡായിട്ട് അടുത്ത പരിപാടി ചെയ്യാൻ പോകണം, അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകണം. അപ്പൊ എല്ലാം നഷ്ടപ്പെട്ട്, ഓഫീസിലുള്ള സ്പേസും ഇല്ല, ഒന്നുമില്ല, കാര്യങ്ങളില്ല. അപ്പോൾ ഇത് വീണ്ടും ഒരുമിച്ച് കൂട്ടിയിട്ട് ഓരോന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ ഞാനും ശരത്ത് മാത്രമേ ഉള്ളത്. ഞാൻ ശരത്തിനോട് ഇങ്ങനെ ടയേർഡായി തളർന്നിട്ട് എനിക്കൊരു പ്രതീക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ശരത്തിനോട് ചോദിക്കും, ശരത്തെ വല്ലതും നടക്കുമോ, നമുക്കിത് ചെയ്യാൻ പറ്റുമായിരിക്കില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ശരത്ത് നടക്കും. നിങ്ങളോടൊക്കെ പറയാറില്ലേ സെയിം ഡയലോഗ്, അതൊക്കെ നടക്കും, അത്രേ പറയുള്ളൂ. മറ്റേ വലിയ എന്താ പറയുക, ജ്ഞാനികളൊക്കെ പറഞ്ഞ മാതിരി നടക്കും. ഞാനെന്താ കേൾക്കാൻ നല്ല രസമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ആയിക്കോട്ടെ നടക്കുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകും. So he was motivating me. When I lost everything, he was motivating me. He was supporting me. അങ്ങനെ ആ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് അത്രയും ലെവലിലേക്ക് താഴേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അത്രയും താഴേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത്രയും ഷോക്കിംഗ് ആയിരുന്നു എൻ്റെ എക്സ്പീരിയൻസുകൾ. I completely lost my business. ഞാൻ കംപ്ലീറ്റ്ലി ബിസിനസ്സിൽ നിന്ന് എന്താ പറയുക, കംപ്ലീറ്റ്ലി എനിക്ക് ആ ബിസിനസ് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, എവറിത്തിങ് ലോസ്റ്റ്. അപ്പൊ അങ്ങനെയാണ് എന്താ വെച്ചാൽ തിരിച്ചു വരുന്നത്. 3-3.5 കോടി ഇയർലി ടേൺ ഓവർ ഉണ്ടായിരുന്ന ബിസിനസ്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി അത് നടത്താൻ കഴിയാതെ, മുന്നോട്ട് പോകാൻ കഴിയാതെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവും. സോ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് എല്ലാം വന്നിട്ട് അടയുന്ന സിറ്റുവേഷൻസ്. അപ്പോൾ ആ സ്റ്റേജിൽ നിന്നാണ് എന്താ വെച്ചാൽ വീണ്ടും ശരത്തിനെ കൂടെ സംസാരിച്ച്, അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹീൽ ചെയ്യും. അങ്ങനെ ഹീൽ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഹീൽ ചെയ്യാൻ വേണ്ടി ഞാൻ ശരത്തിനെ വിളിച്ചു വന്നു, ശരത്ത് വന്നിരുന്നു, ശരത്തിന് ഹീൽ ചെയ്ത് കൊടുത്തു. ശരത്ത് എന്നോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. എനിക്ക് ആ സംസാരിക്കുന്നത് തന്നെ ഹീലിംഗ് ആണ്. അപ്പം എനിക്കത് മതി, കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാലോ. എനിക്ക് സംസാരിക്കാൻ ഒരാളുണ്ടാവുക എന്ന് മാത്രം മതിയായിരുന്നു. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തതിൽ ഒരാൾ ശരത്താണ്, വേറൊരാൾ നസീഫ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ സുഹൃത്താണ്. ഐ വാസ് ജെന്യുവൻലി ആസ്കിങ് ഫോർ ഹെൽപ്പ്. എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം അതാണ്. നിങ്ങൾ വളരെ വിഷമകരമായ ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ what you have to do, you have to ask for help. നിങ്ങളുടെ ഈഗോ മാറ്റി വെക്കുക, ടോക്ക് ടു എ ജെനുവിൻ ഫ്രണ്ട്.
നസീഫ് ഇതേപോലെ എന്റെ ടീം മെമ്പർ ആയിട്ട് ഉണ്ടായിരുന്നതാണ് ശരത്തിന്റെ കൂടെയൊക്കെ. ശരത്തൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ടീമിൽ വന്നിരുന്ന ഒരാളാണ്. അപ്പോൾ നൗ ഹീസ് എ ബിസിനസ് മാൻ. ഐ കുഡ് സപ്പോർട്ട് ഹിം. ഒരു ഘട്ടത്തിൽ എന്നോട് വളരെ ജെന്യൂൻ ആയിട്ട് ഹെൽപ്പ് ചോദിച്ച ഒരാളായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഐ ഹാവ് സം ഫ്രണ്ട്സ് ഹും ഐ ക്യാൻ ടോക്ക് എനിത്തിങ്. അപ്പൊ അങ്ങനെ ഉള്ള കുറച്ച് നല്ല ആൾക്കാരുണ്ട്. ആ നല്ല ഗുഡ് സോൾസ് ആണ് എന്താ വെച്ചാൽ എന്നെ ആ സമയത്ത് പ്രൊട്ടക്ട് ചെയ്തത്. സോ ഐ ആം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദം. ദെൻ മൈ ബ്രദർ, മൈ ഫാമിലി മെമ്പേഴ്സ്, മൈ സിസ്റ്റേഴ്സ് എസ്പെഷ്യലി മൈ എന്താ പറയാ യങ്ങർ സിസ്റ്റർ ആൻഡ് മൈ എന്റെ തൊട്ടു മുകളിലുള്ള സിസ്റ്റേഴ്സ്, ബാക്കി എല്ലാ സിസ്റ്റേഴ്സും എപ്പോഴും എന്റെ നന്മ ആഗ്രഹിച്ച് എന്റെ കൂടെ എല്ലാം റെഡിയാവും എന്നുള്ള ഒരു വാക്കുകൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ദേ അണ്ടർസ്റ്റുഡ് മീ, ദേ അണ്ടർസ്റ്റുഡ് മൈ സിറ്റുവേഷൻ, ദേ അണ്ടർസ്റ്റുഡ് ആൻഡ് അക്സെപ്റ്റഡ് മീ. ആൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ്, ശരിക്കും പറയാ ഇങ്ങനെയായിരുന്നു ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ശരത്തോടെ വരികയും ശരത്തിന് ഞങ്ങൾ ഉദ്ദേശിച്ച ശരത്തിനോട് ചെയ്യുമ്പോൾ ശരത്ത് ഇങ്ങനെ EFT എന്ന് പറയുന്ന സാധനം പക്ഷെ ഇതൊന്നും ഫോളോ ചെയ്യണമെന്നില്ല. ഞങ്ങളിങ്ങനെ കുറേശ്ശെ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ശരത്ത് നമുക്കൊരു കാര്യം ചെയ്യാമെന്നോ ഇതൊന്ന് ചെയ്തു നോക്കാമെന്നോ. അങ്ങനെ ശരത്തിന്റെ ഒരു ഇഷ്യൂ എടുത്തിട്ട് നമ്മൾ അങ്ങ് ടാപ്പ് ചെയ്ത് ഒരു 5 മിനിറ്റ് തികഞ്ഞില്ല, ശരത്തൊരു പോക്ക് പോയിട്ടുണ്ട്. അങ്ങ് പോയിട്ട് ശരത്ത് കിടന്ന് കരയാൻ തുടങ്ങി. ഇത് കരഞ്ഞിങ്ങനെ വല്ലാണ്ട് പൊട്ടി കരയാണ്. കാരണം അത്രയും വലിയ റൂട്ട് കോസ് ആണ് നമ്മൾ എടുത്തത്. അതങ്ങ് എടുത്ത് അതൊരു വല്ലാത്തൊരു ഹീലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. വിയർത്ത് കുളിച്ച് ഇരുന്ന ഇരിപ്പിൽ വിയർത്ത് കുളിച്ച് ആകെ എന്തോ ആയിപ്പോയി. ഫാന്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത്. പക്ഷെ അത് ചെയ്തു ക്ലിയർ ചെയ്ത് അപ്പൊ അന്ന് അവിടെ ഹാജറ മാം അവിടെ ഉണ്ട് സ്പോട്ടിൽ അല്ലെ, സാക്ഷിയായിട്ട് അന്ന് അവിടെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാം ശരിക്കും എന്താ വെച്ചാൽ ഇത് എക്സ്പീരിയൻസ് ചെയ്ത ഞങ്ങളിങ്ങനെ അതിനെ പറ്റിയൊക്കെ പിന്നെ ഒരു കേസ് സ്റ്റഡി പോലെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇതെന്തുകൊണ്ടായിരിക്കും, ഇതെങ്ങനെയായിരിക്കും. അങ്ങനെ റിയൽ ആയിട്ട് ആ ഒരു അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് അത് ക്ലിയർ ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ശരത്ത്. സോ ശരത് എന്തൊക്കെ മാറ്റങ്ങളാണ് ആ ഒരൊറ്റ സെഷന് ശേഷം ഉണ്ടായത് ഹെൽത്ത് വൈസായിട്ടുള്ള കാര്യം? മാറ്റം എന്ന് ചോദിച്ചാൽ അന്ന് എടുത്ത ഒരു പ്രശ്നം അതുവരെ തൊടാതെ ഇരുന്നത് തന്നെയായിരുന്നു. ആ ഒരു പേടിച്ചിരുന്ന സാറിന്റെ അടുത്ത് വന്ന സമയത്ത് എന്തിനാണോ സാറിന്റെ അടുത്ത് വന്നത് ആ ഒരു പ്രശ്നമാണ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ അത് മറ്റുള്ളവരോട് സംസാരിക്കാൻ പേടി, മറ്റുള്ളവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട്, തുറന്ന് കാര്യങ്ങൾ പറയാൻ കഴിയാത്ത അവസ്ഥ, എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഒരവസ്ഥ. ഈ ക്യാരക്ടർ പ്രോബ്ലം ആണ് ശരത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം, ആങ്സൈറ്റി. പലതും പറയാം. അപ്പൊ ഇതിന്റെ റൂട്ട് കോസ് നമ്മൾ കണ്ടെത്തിയെന്ന് വെച്ചാൽ ശരത്തിനത് ഇഫ് യു ഡോണ്ട് മൈൻഡ് യു കൻ ഗിവ് എ സിമ്പിൾ ഡീറ്റെയിൽ, ചെറിയൊരു ഡീറ്റെയിൽ കൊടുക്കാം. അതായത് അതിന്റെ ഒരു ഇഷ്യൂ എടുത്തതെന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡിൽ ശരത്തിന് വളർന്നു നിന്നിരുന്ന സമയത്ത് ശരത്ത് അമ്മയുടെ വീട്ടിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് അല്ലെ, അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അല്ലെ. ആ സമയത്തുള്ള വളർന്നു വന്ന സാഹചര്യത്തിൽ ഉണ്ടായിരുന്നുള്ള ഫാമിലിയിലുള്ള ഭയങ്കര സ്നേഹം കൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും, കൺട്രോളിങ് ഉണ്ടാവും. അങ്ങനെയുള്ള ആ കൺട്രോളിങ്ങിൽ ഫിയർ വരികയും അതൊരു എന്താ പറയുക പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയി മാറുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ടായിരുന്നു. അത് ആണ് എടുത്ത് ക്ലിയർ ചെയ്ത്, അതാണ് നമ്മൾ ക്ലിയർ ചെയ്തത്. സോ എങ്ങനെയൊക്കെയാ പിന്നീട് ചേഞ്ച് ഉണ്ടായത് പറയും? അതിന് ശേഷം തന്നെയാണ് ഇപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്, പിന്നെ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റിയതൊക്കെ അതിന് ശേഷം തന്നെയാണ്. ആ ഒരു പേടി ഇപ്പോ ഇവിടെ വന്നിട്ട് സംസാരിക്കാനൊരു പേടിയില്ല. അത്രയും ആളുകളുടെ മുന്നിലാണ് ഇപ്പൊ ഞാൻ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇപ്പോ പറഞ്ഞ പോലെ ഒരാളോട് സംസാരിക്കാൻ പേടിയുള്ള ഒരാള് അതിന് ശേഷം തന്നെയാണ് ഇപ്പൊ ക്ലാസ് പലപ്പോഴും എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഇതിന് ശേഷം തന്നെയാണ്. അതുവരെ ഞാൻ ഒരു വീഡിയോ പോലും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും വീഡിയോ പോലും ഞാൻ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അതിന് ശേഷം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ആൾക്കാരുമായിട്ട് ഉള്ളിലുള്ളത് നമുക്ക് തുറന്ന് പറയാൻ, ഒരു ഗ്രൂപ്പിനോട് തുറന്നു പറയാൻ പേടിയാണ്, അല്ലെങ്കിൽ പല ആൾക്കാരോട് തുറന്നു പറയാൻ പേടിയാണ്. അപ്പൊ ആ ഒരു എന്താ പറയാ ഗ്രൂപ്പിനെ ഫേസ് ചെയ്യാനുള്ള, ഞാൻ പലപ്പോഴും ഇത് നിങ്ങൾ ശരത്തിനൊക്കെ ക്ലാസ് ഞാൻ എടുപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നുണ്ടാവും, ആഫ്റ്റർ ആക്ഷന്റെ സെഷൻസ് ഒക്കെ ശരത്ത് ചെയ്യുന്നത്. ശരത്ത് അത്രയും ട്രോമയിലും ബുദ്ധിമുട്ട് നിന്നുള്ള ഒരാൾക്ക് എത്ര പ്രയാസം ഉണ്ടാകും ഇത് ചെയ്യാൻ. അപ്പോൾ പുള്ളി ടാപ്പ് ചെയ്യും, അത് ഹീൽ ചെയ്യും, എന്നിട്ട് സെഷനിലേക്ക് ഇരിക്കും, ടാപ്പ് ചെയ്യും, ഹീൽ ചെയ്യും, സെഷനിലേക്ക് ഇരിക്കും. ഓരോ തവണയും ഇതിന്റെ ആങ്സൈറ്റി സംഗതി അങ്ങനെ സീറോ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്ത് ക്ലിയർ ആയിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത മാസം ശരത്തിന്റെ കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, ഇത് ഏപ്രിലാണ്. മെയ് മാസം 27 27-ാം തീയതിയാണോ ലോഞ്ച് ചെയ്യുന്നത് ശരത്? 27-29? അതെ അതെ 27 അല്ലേ? അതെ. 27-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോവാണ്. ആ ലോഞ്ച് ചെയ്യുന്ന കോഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സാണ്. ആ കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ശരത് പഠിപ്പിക്കും നിങ്ങൾ അവരെ?
എന്ന് പറയാം. തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും ഇത് വർക്ക് ചെയ്യാത്ത ബുദ്ധിമുട്ടുണ്ട്. നമുക്കൊരു ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരാളെ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ നമ്മളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് പറഞ്ഞ ഒരാളുടെ മൈൻഡ് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അപ്പൊ അത് ആ രീതിയിൽ നമുക്കത് നമ്മുടെ കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനും ആ ഒരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പറഞ്ഞില്ലേ, ഒരാള് പലപ്പോഴും വർഷങ്ങളായിട്ട് നമുക്ക് പിണങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും നമ്മുടെ ലൈഫിലേക്ക്. അത്ര ആളുകളെ വരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും പണ്ട് പിണങ്ങി നിന്നിരുന്ന ആൾക്കാരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന അർത്ഥം അല്ലേ? നല്ലതിനു വേണ്ടി, നമ്മളെപ്പോഴും പറയുന്നതാണ്, നല്ലതിനു വേണ്ടി മാത്രം ലോ ഓഫ് അട്രാക്ഷൻ നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്യാം. അങ്ങനെ ഒരു പ്രശ്നം കൂടെ അതിലുണ്ട്. സോ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് എങ്ങനെയാണ് ശരത് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിനെ ഡിസൈൻ ചെയ്തത്? ഏത് രീതിയിലാണ് അത് നടക്കാൻ പോകുന്നത്? അതിന്റെ ഒരു ഡിസൈനിങ് എങ്ങനെയാണ്? ആൾക്കാർക്ക് എന്തൊക്കെയാണ് അതിൽ കിട്ടുക? അത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ പ്രാക്ടീസ്, പല ആളുകളും ഗ്രാറ്റിറ്റ്യൂഡ് ആയാലും ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് കറക്റ്റായിട്ട് ഇപ്പോഴും അത് ആ ഒരു റിസൾട്ടിലേക്ക് എത്തുന്ന സമയത്ത്, കുറച്ച് സമയത്ത്, ഒരാഴ്ച അല്ലെങ്കിൽ 2 മാസം പലപ്പോഴും പ്രാക്ടീസ് ചെയ്തിട്ടും ആ ഒരു ഇവരെ ചെയ്ത കാര്യങ്ങൾ പോലും അത് നേടിയെടുക്കാൻ പറ്റും. അത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ള പോലും കഴിയാത്ത ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ചുമ്മാ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയാൽ തന്നെ, അല്ലെങ്കിൽ ഒരാൾക്ക് ഫോർഗീവ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പോലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതൊക്കെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള നമുക്കത് ഇതിലൂടെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ കട്ടയ്ക്ക് കൂടെ നിന്നാൽ മതി, നമുക്കത് അവർക്ക് എങ്ങനെയാണ് ഇത് ചെയ്ത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓൾറൈറ്റ്. സോ എല്ലാവരോടും പറയാനുള്ളത്, ഫോക്സ്, നിങ്ങൾ എന്ത് ചെയ്യുക, ശരത് സാറുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക. എന്താണോ പഠിക്കേണ്ടത് പഠിച്ചെടുത്തോ. ഭയങ്കര പവർഫുൾ സീക്രട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. എനിക്കും ആഗ്രഹമുണ്ട് ശരത്തിന്റെ അണ്ടറിൽ ആ കാര്യങ്ങൾ പഠിക്കാൻ. എനിക്ക് താല്പര്യമുണ്ട്. ഐ ലവ് ടു ലേൺ ഫ്രം ഹിം. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാല് പഠിച്ചെടുത്തോളൂ. കാരണം ഹി ഹാസ് ലോഡ് ഓഫ് നോളജ്. ആ മേഖലയിൽ ഒരുപാടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യണം, അതിനെന്ത് ചെയ്യുക, കൂടെ നിൽക്കുക, പഠിക്കാൻ ശ്രമിക്കുക, ജോയിൻ ചെയ്യുക, ഗെറ്റ് ദ നോളജ്. നോളജിനെ കാട്ടിലും എന്തെന്ന് അറിയോ, നമുക്ക് ശരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും, അത് ഏത് ഉറക്കത്തിൽ വിളിച്ചോണ്ട് ചോദിച്ചാലും ആളത് പറഞ്ഞു തരും. ജെനുവിനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങൾക്ക് വിശ്വസിക്കാം. വീണ്ടും പറയണം, നിങ്ങൾക്ക് വിശ്വസിക്കാം. വിൽ ബി ദർ വിത്ത്. ഞാൻ പറയുന്ന വാക്കാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അത് ജോയിൻ ചെയ്യുന്ന വെച്ചാൽ നിങ്ങളെ കട്ടയ്ക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇമോഷണലി നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് ഉണ്ടാവും. ഹി വിൽ ജസ്റ്റ് ഡു ദ ബെസ്റ്റ്. അപ്പൊ കോഴ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വരാൻ പോകുന്നുള്ളൂ. അതിന്റെ കോഴ്സിന്റെ ഫീ, മറ്റുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ അറിയിക്കും. അപ്പം ഗെറ്റ് ഫ്രം ഹിം. നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം, ഒരു മെന്റർ വേണം. ഓക്കെ. എന്റെ മെന്റർഷിപ്പ് ഉണ്ട്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്കത് ബിസിനസ്സുകാർക്കൊക്കെയാണ് അത് ഉപയോഗപ്പെടുന്നത്. അതല്ല, പക്ഷെ നിങ്ങളൊരു സാധാരണ വ്യക്തിയാണ്, നിങ്ങൾക്കൊരു ബിസിനസ്സുകാരനും ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാൻ, അത് അപ്ലൈ ചെയ്യാൻ ഒരു മെന്റർ വേണം. നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങൾ എന്ത് ചോദിച്ചാലും ഉത്തരങ്ങൾ മറുപടി ആയിട്ട് നിൽക്കുന്ന ഒരു മെന്റർ നിങ്ങൾക്ക് വേണം. ഒരു കോച്ച് നിങ്ങൾക്ക് വേണം, ഒരു ഗൈഡ് നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എടുത്തോ. ഈസ് ദ ബെസ്റ്റ് ഗൈഡ്. ഈസ് ദ ബെസ്റ്റ് ഗൈഡ് ദാറ്റ് ഐ മെറ്റ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഇത്രയും ജെനുവിനായിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന, ഇത്രയും ജെനുവിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവർ എത്രയോ ആൾക്കാർ കോൾ ചെയ്യുന്നതാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ എത്രയോ ആൾക്കാരെ ശരത്തിനെ വിളിക്കാറുണ്ട്, ശരത്തിനോട് സംസാരിക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വിത്തൗട്ട് ആസ്കിങ് സിംഗിൾ പെന്നി, ഒരു രൂപ പോലും ചോദിക്കാതെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. ദാറ്റ് കൈൻഡ് ഓഫ് സോൾ. അതുകൊണ്ടാണ് ഞാൻ ശരത്തിനോട് പറഞ്ഞു വെച്ചാൽ, ശരത്, യു ഷുഡ് ക്രിയേറ്റ് എ കോഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ബിക്കോസ് അങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ, മറ്റുള്ളവരുടെ ലൈഫ് ചേഞ്ച് കൊണ്ടുവരാൻ അത്രയും ആഗ്രഹിച്ചുകൊണ്ട് ചേഞ്ച് ചെയ്ത അങ്ങനെയുള്ള ട്രെയിനേഴ്സിനെയും കോച്ചുമാരെയുമാണ് ഈ ലോകത്തിന് ആവശ്യം. ഹീലേഴ്സിനെയാണ് ലോകത്തിന് ആവശ്യം. സോ ലേൺ ഫ്രം ഹിം. ഹി വിൽ ഗിവ് യു ദ ബെസ്റ്റ്. എല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, നിങ്ങളെ ഗൈഡ് ചെയ്യും. സോ ഐ ആം ഗ്യാരണ്ടി. 15 years ഓഫ് എക്സ്പീരിയൻസിലെ ഒരു, എന്താ പറയുക, എൻ്റെ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ദാറ്റ്സ് എ ഗ്യാരണ്ടി. സോ ഗോ ആൻഡ് ജോയിൻ ഹിസ് കോഴ്സ് വരുന്ന സമയത്ത് കേട്ടോ. അതിനൊരു ഏർലി ബേർഡ് ഓഫറൊക്കെ ഉണ്ടാവും. ആ ഏർലി ബേർഡ് ഓഫറൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക, ഗെറ്റ് ദ മെന്റർഷിപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ, അപ്പൊ ഞാൻ ആ ചോദ്യം ചോദിക്കുകയാണ്, ശരത്, പല ആൾക്കാർക്കും ലോ ഓഫ് അട്രാക്ഷനിൽ
പല ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. റിസൾട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്യും, പലതും ചെയ്യുന്ന സമയത്ത്. പക്ഷെ കുറച്ചത് കാലം ഉണ്ടാവുള്ളൂ, പിന്നീട് അത് നിർത്തി പോകുന്നതാണ്. എന്തുകൊണ്ടാണത്? ശരത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടാണ്? നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും റിസൾട്ടിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇപ്പോ ഇതിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യം എനർജി, ഫ്രീക്വൻസി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു EFT ആയാലും ലോ ഓഫ് അട്രാക്ഷനിലായാലും എല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ റെഡി ആവാതെ ചിലപ്പോൾ നമുക്ക് ഒരാളോട് ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പ് അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രശ്നങ്ങളിലൂടെ ഒക്കെ പോകുന്ന ആളായിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ വേണം, ഒരു ലൈഫിൽ ഒരു മാറ്റം വേണം. അപ്പൊ നമ്മൾ അത്രയും പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും നമ്മളിത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇറങ്ങുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം, ഇതിന്നൊരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒരാൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ അതിന് ഇറങ്ങി പുറപ്പെടും. അപ്പോൾ റിസൾട്ടാണ് നമുക്കിവിടെ വേണ്ടത്, ഫസ്റ്റ് റിസൾട്ടാണ് വേണ്ടത്. നമുക്ക് ആ പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ 1-2 ആഴ്ച ഈ ഒരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് വരാതാവുന്ന സമയത്ത് നമ്മളിത് കിറ്റ് ചെയ്യും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിന് ഈ യൂണിവേഴ്സിലെ ഇപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാലും ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ വരെ അതിവിടെ പോകുന്നുണ്ട്. അത് ഒരു കാറ് മേടിക്കണം അല്ലെങ്കിൽ ഒരു വീട് മേടിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഗ്രഹങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പോലും അത് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ യൂണിവേഴ്സിലേക്ക് അത് പോകുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് എത്തിച്ചേരാൻ അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനോട് ആ ഒരു കാര്യത്തിനോട് നമ്മൾ അലയനായി നിന്നാൽ മാത്രമാണ് ഈ ഒരു മറ്റുള്ളവരുടെ വെറുപ്പ്, ദേഷ്യം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടന്നാൽ ഈ കാര്യം വർക്കില്ല. അപ്പൊ നമ്മുടെ എനർജി അത് കറക്റ്റ് ആയി നമ്മുടെ എനർജി അതുമായിട്ട് മാച്ച് ആവുന്ന സമയത്താണ് ഇതെല്ലാം വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴാണ് റെഡി ആവുന്നത്, നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സ് നമ്മൾ ഇപ്പൊ ചോദിച്ചാൽ ഇപ്പോ ഇന്ന കാര്യം എടുത്തു തരാനുള്ള പവർ യൂണിവേഴ്സിനുണ്ട്, ഈ ഒരു പ്രപഞ്ചത്തിനുണ്ട്. അപ്പൊ നമ്മൾ അതിന് റെഡി ആവുന്നത്, ആ റെഡി ആവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മളിലേക്ക് അതെത്തും. പറഞ്ഞ നമ്മൾ പറയുന്നതാണ് ചില വ്യക്തികളിലൂടെ, ചില സാഹചര്യങ്ങളിലൂടെ, ചില അവസരങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് എത്താം. അപ്പോൾ അവരൊക്കെ നമ്മളായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കണം. നമ്മൾ ആ റെഡി ആവുന്ന അതുമായിട്ട് റെഡി ആവുന്ന സമയത്ത് ഇവരൊക്കെ നമ്മളിലേക്ക് എത്തുള്ളൂ. നമ്മുടെ കൂടെ ഉണ്ടാവും ചില ആളുകൾ, നമ്മുടെ കൂടെ ഉണ്ടാവും, നമുക്ക് ഹെൽപ്പ് വേണ്ട അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകളൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾ റെഡി ആയാൽ മാത്രം, ഒരാളോട് ഇങ്ങനെ വെറുപ്പ് കൊണ്ട് നടന്നാൽ പോലും ആ ഒരു കണക്ഷൻ അവിടെ ഉണ്ടാവും. ആ ആളോട് ദേഷ്യം വെറുപ്പ് അത് നമ്മുടെ എനർജി ആളിലേക്ക് ഉണ്ടാവും. അപ്പൊ അത് ഇങ്ങോട്ടേക്ക് ആള് വരില്ല. അപ്പൊ അവിടെ ഒരുപാട് ബ്ലോക്കുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓക്കെ ആവുന്ന ചില സമയത്തുണ്ടല്ലോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ കോഴ്സിലൊക്കെ വരുമ്പോൾ ഈ ഒരു ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളോട് അകന്ന് നിൽക്കുന്ന ആളുകൾ നമ്മളിലേക്ക് എത്തുന്നത് പല ആളുകളും എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നേക്കണം. അപ്പൊ നമ്മൾ ആ റെഡി ആവുന്ന സമയത്ത് എല്ലാം നമ്മളിലേക്ക് എത്തും. ആക്ച്വലി ദിസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. കാരണം ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ചെന്നൈയിൽ പോയി ഒരു 3-4 ദിവസം ചെന്നൈയിൽ നിന്ന സമയത്ത് അവിടുന്ന് ഉണ്ടായിരുന്ന പല മെൻറ്റർമാരും നമ്മൾ മീറ്റ് ചെയ്തതിൽ ഒരു മെൻറ്റർ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വസ്തുക്കൾ നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം സംഭവിക്കല്ല, ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ റെഡി ആകാത്തതുകൊണ്ട് അത് നിങ്ങളിലേക്ക് വരാതിരിക്കുകയാണ്. ഓക്കെ, ഓൾറെഡി ആ കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളിലേക്ക് അത് എത്തിയിട്ടില്ല. നിങ്ങൾ എന്നാണോ അതിന് റെഡി ആവുന്നത്, നിങ്ങളുടെ വെസൽ റെഡി ആവുന്നത്, വെസൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അതിന് വേണ്ടിയിട്ട് റെഡി ആവുന്നു, ആ റെഡി ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്തേക്ക് അത് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി അത് ഓൾറെഡി റെഡിയാണ്, പക്ഷെ നിങ്ങൾ റെഡിയാത്ത പ്രശ്നമാണ്. സോ ദാറ്റ് ഇസ് എ വെരി പ്രൊഫൗണ്ട് ഇൻസൈറ്റ് റൈറ്റ് ദർ. അപ്പോൾ അടുത്ത കുറേ ക്വസ്റ്റ്യൻസ് പലർക്കും പലതും ചോദിക്കാനുണ്ടാവും ശരത്. അപ്പോൾ ശരത്തിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് നിങ്ങൾക്ക് ചോദിക്കാം. ശരത്, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? അതുകൊണ്ട് ഞാൻ ചോദിക്കാം. എന്നിട്ട് വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? അൺമ്യൂട്ട് ചെയ്യൂ. നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സ് തന്നെയാണ്. പിന്നെ എന്ന് പറയുന്നത് ഒരു ബുക്ക് എഴുതണം. സാറ് പലപ്പോഴും പറഞ്ഞതാണ്, ഞാൻ അത് എഴുതുന്ന സമയത്ത് അത് ആഗ്രഹിച്ചൊരു കാര്യമാണ്. അപ്പൊ ഇനി അടുത്ത നമ്മുടെ കോഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ബുക്കിന്റെ ഒരു കാര്യം കൂടെ സ്റ്റാർട്ട് ചെയ്യണം. സാറ് പലപ്പോഴും പറഞ്ഞതാണ് അത് എഴുതാൻ. അപ്പൊ അതും ഒരു ബുക്ക്, നമ്മുടെ പേരിൽ ഒരു ബുക്കും കൂടെ വരണം. തീർച്ചയായിട്ടും. അപ്പം ശരത്ത് ഒരു ബുക്ക് എഴുതണം, അതേപോലെ തന്നെ ഒരു കോഴ്സും സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഇതുകൊണ്ടൊന്നും നിൽക്കില്ല. ഞാൻ അതിലേറെ ഒരുപാട് സംഗതികൾ പൊട്ടൻഷ്യലി ഞാൻ കാണുന്നുണ്ട്, ഒരുപാട് പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം ശരത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം, റെഡിയാക്കി എടുക്കണം. ഈ ഒരു കോഴ്സിന്റെ ആശയം, ശരത് ഓൾറെഡി ഇതിനു മുൻപ് മെഡിറ്റേഷൻ കോഴ്സ് റൺ ചെയ്ത ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും കോഴ്സിന്റെ ഒരു ആശയം മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാകും.
പക്ഷെ ഞാൻ ഇങ്ങനെ നിർബന്ധിച്ചപ്പോഴാണോ അത് അതെങ്ങനെയാണ് അതിന്റെ ഒരു ജേണി, അല്ലെങ്കിൽ ഇപ്പൊ അത് കോഴ്സ് ചെയ്യാം എന്നൊരു ഇതിലേക്ക് എത്തിയത്? ശരിക്കും സാറിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അത്. ഇവിടെ എന്ത് വർക്ക് എടുത്തിട്ടും കൂടെ, കാരണം സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഒരാൾ വേണം. നമ്മൾ ചിലപ്പോൾ ഡൗൺ ആവും, മനുഷ്യനാണ്, പല സംഭവങ്ങളും വരുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആവും, ഒരാളോട് ഹെൽപ്പ് എടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ കൊറോണ സമയത്താണ് അതിനൊന്ന് മാറി നിൽക്കുന്നത്. രണ്ടാമത് ലോക്ക്ഡൌൺ വരുന്ന സമയത്താണ്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു 1 ഇയർ എന്റെ എല്ലാ കാര്യങ്ങളും ഒരു പാറ്റേൺ ആണ്, ഒരു 1 ഇയറാണ് കറക്റ്റ് ആയിട്ട് പോകും. അപ്പൊ ആ ബിസിനസിന്റെ കാര്യങ്ങളെല്ലാതും അതങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു, വീണ്ടും അടുത്ത ബിസിനസ് തുടങ്ങിയ സമയത്ത് അത് 1 ഇയർ, എല്ലാം 1 ഇയർ, ഒരു വർഷം നന്നായിട്ട് തന്നെ പോകും. അപ്പൊ ആ ഒരു സംഭവം ഞാൻ ആ കൊറോണ സമയത്ത് ഞാൻ ഇതേപോലെ ലോ ട്രാഷന്റെ കോച്ചിങ്ങും അതേപോലെ മെന്ററിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതും പാർട്ണർ ഉണ്ടായിരുന്നു കൂടെ, ആളും. അങ്ങനെ 1 ഇയർ അത് തികച്ചു. വീണ്ടും സാറ് വിളിച്ച സമയത്താണ്, ഒരു കറക്റ്റ് സമയത്താണ് ഞാൻ വിളിക്കുന്നത്. പെട്ടെന്ന് അറിയാലോ സാറ് പറഞ്ഞ അറിയാം. കോച്ചിലൂടെ ഒരാള് നമ്മുടെ കൂടെ നിന്നിട്ട് ആ ആള് ഇല്ലാതാവും, നമ്മുടെ ഒരു വരുമാനം നഷ്ടപ്പെടുന്ന ഒരു സമയം വന്നു. ആ ഒരു സമയത്ത് ഞാനും പറഞ്ഞില്ലേ, നമ്മൾ റെഡി ആയിരിക്കുന്ന സമയത്താണ് സാറ് എന്നായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു സമയത്ത് തന്നെയാണ് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ള ഒരു സമയമാണ്. അപ്പോ പറഞ്ഞില്ലേ, ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു അവസ്ഥ വരുമല്ലോ നമുക്ക് പലരും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് സാറ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ ചോദ്യം എന്തെന്ന് ചോദ്യം മറന്നുപോയി. ചോദ്യം മറന്നുപോയി. അതായത് ചോദ്യം ഇതാണ്, എങ്ങനെയാണ് ഈ കോഴ്സ് നമ്മളിപ്പോ ചെയ്യാ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യം, അല്ലെങ്കിൽ അത് ഞാൻ കോഴ്സ് ചെയ്യാന്നുള്ള ഒരു ആശയം ആദ്യമേ ശരത്തിന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നോ? അല്ല, ഓക്കെ, ഞാൻ കുറെ ഫോഴ്സ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം കോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, കാരണം ഒരുപാട് പേർക്ക് നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയതിന്റെ പുറത്താണ്. ഞാൻ ഏതൊരാളെ കണ്ടു കഴിഞ്ഞാലും അയാളുടെ കൂടെ ഒരു 15 ദിവസമോ അല്ലെങ്കിൽ 15 മിനിറ്റോ അല്ലെങ്കിൽ 15 ദിവസമോ ഒക്കെ സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം, ശരത്തിന് അറിയുമെന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു സ്കില്ല് എനിക്ക് തോന്നിയിട്ടുള്ളത് ആളുടെ പൊട്ടൻഷ്യൽ പെട്ടെന്ന് തിരിച്ചറിയും. ആളെ എവിടെ ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെയാണ് ആൾ ഏത് പ്ലാറ്റ്ഫോമിലേക്ക് പറ്റും, ആളുടെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ശരത്തിന്, കാരണം ശരത്ത് ഓൾറെഡി ആൾക്കാർക്ക് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന വിഷയത്തിൽ. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ ആ ഒരു ആശയം മുന്നോട്ട് വെക്കും. കാരണം ശരത്തും അങ്ങനെ തന്നെ ആയിരുന്നു. ഹൗ ഡിഡ് യു ആ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു ആശയത്തിലേക്ക് വരാനുള്ള കാരണം? അപ്പോ ഇവിടെ എത്തിയപ്പോ നമ്മളൊന്ന് റെഡി ആവാം, ഒന്ന് നന്നായിട്ട് പറഞ്ഞ പോലെ താഴെ പോയിട്ടൊരു അവസ്ഥയായിരുന്നു. അപ്പൊ വീണ്ടും ഒന്ന് റെഡി ആവാം, ആഗ്രഹങ്ങൾ ഉള്ളത് തന്നെയാണ്. മെന്ററിങ്, കൂടെ മെന്ററിങ്ങും അതുപോലെ കോഴ്സൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളത് തന്നെയായിരുന്നു. പിന്നെ സാറ് പറഞ്ഞിട്ടാണ് വീണ്ടും അത്. അപ്പൊ അതുവരെ ഞാൻ ചിന്തിച്ച് എനിക്കൊന്ന് റെഡി ആവാനുണ്ട്, എനിക്ക് സാറിന്റെ കൂടെ ഒന്ന് റെഡി ആവാന്നുള്ളത്. പിന്നെ എന്തായാലും ഇതിന്റെ കൂടെ എപ്പോഴും സാറ് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും സാറ് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇപ്പൊ ക്ലാസ് എടുക്കാൻ വരെ ആ ക്ലാസ് എടുത്ത് ഓർമ്മയുണ്ട് സാറ് ഒരു ദിവസം, പിന്നെ ഒരു വെബിനാറിലാണ് സാർ, ഞാൻ ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. വെബിനാറിലാണ് സാർ പറയുന്നത് നാളെ നല്ലൊരു ക്ലാസ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നാണ് സാർ എന്റെ പേര് അനൗൺസ് ചെയ്തത്. അപ്പോൾ തന്നെ ഞാൻ അറിയുന്നത്. അപ്പൊ അതേപോലെ സാറ് ഞാനിങ്ങനെ പോവാന്ന് വിചാരിച്ചു, കുറച്ച് പോയിട്ട് ഈ കാര്യങ്ങൾ, ബുക്കിന്റെ കാര്യങ്ങളായാലും ക്ലാസ്സിന്റെ കാര്യങ്ങളായാലും ഈ കോഴ്സൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ സാറാണ് പിന്നെ നമ്മളെ തള്ളിയിട്ടതാണ്. അപ്പൊ എന്തായാലും ഇനി ചെയ്യാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ നമ്മൾ ചെയ്യും ചില കാര്യങ്ങൾ അങ്ങനെ നമ്മളെ അതിലേക്ക് തള്ളിയിടണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്യാൻ മാത്രമല്ല, ഐ ആം ഗോയിങ് ടു മേക്ക് യു, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ ജനങ്ങൾ ശരത് എന്ന് പറയുന്ന വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യണം, അവിടേക്ക് എത്തിക്കണം എനിക്ക്. കാരണം എനിക്കത് ചെയ്യാൻ പറ്റും. ഐ ഹാവ് ഡൺ ഇറ്റ് ബിഫോർ. ഓക്കെ, മറ്റുള്ള ആൾക്കാർക്ക് അത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ ഡു ദ സെയിം തിങ് വിത്ത് യു ആസ് വെൽ, ആൻഡ് വി വിൽ ഡു ഇറ്റ്. ആൻഡ് ഐ നോ ദിസ് എൻറ്റയർ ടീം വിൽ സപ്പോർട്ട്. ഈ എൻറ്റയർ ടീം അതിന്റെ കൂടെ ഉണ്ടാകും എന്ന് എനിക്കറിയാം. ബിക്കോസ് പീപ്പിൾ നീഡ്, ജനങ്ങൾക്ക് ആവശ്യമുണ്ട് നമ്മളിപ്പോൾ വളരെ ജെന്യുവൻ ആയിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ, ശരത്തിനെ പോലുള്ള ആൾക്കാരെ ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. സോ വിൽ ക്രിയേറ്റ് ദാറ്റ്. സോ ശരത്, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈനൽ ആയിട്ടുള്ള, നമ്മുടെയൊക്കെ ഇത്തരത്തിലുള്ള കോഴ്സുകളിലേക്കൊക്കെ പലർക്കും ഈ ക്ലാസ്സുകളിലൊക്കെ വന്നിരിക്കുന്നത് പലരും കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യാൻ പലർക്കും മടിയുള്ള പലരും ഉണ്ടാവും. അവരോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് മടിച്ചു നിൽക്കുന്നവരോടൊക്കെ എന്താണ് ശരത് പറയാനുള്ളത്? what do you want to tell them? ഇപ്പോ നേരത്തെ എൻ്റെ ഒരു അനുഭവം തന്നെ, നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ യൂട്യൂബിലായാലും പിന്നെ അതേപോലെ ഫ്രീ ആയിട്ട് ക്ലാസ്സുകളൊക്കെ കേട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു അപ്പോൾ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ചെറുപ്പത്തിൽ ഇതിലൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ്, നമ്മൾ ജനിക്കുന്നതിന്റെ മുൻപ് നമ്മുടെ അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ ഉമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോലും കിട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ അറിയാതെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ലൈഫിൽ.
എന്തായാലും ഇത്തരം കോഴ്സുകളും ഹീലിംഗ് നമുക്ക് ആവശ്യമാണ്. അത് നമ്മൾ ഒരു ചെറിയൊരു പേയ്മെന്റിന്റെ പേരിൽ അല്ലെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടാണെന്നുള്ള പേരിൽ നമ്മൾ മാറ്റിയിട്ട് നമ്മളെ തന്നെയാണ് ശരിക്കും അവിടെ നഷ്ടപ്പെടുന്നത്. ഇപ്പൊ പറഞ്ഞില്ലേ, ഈ ഒരു കാര്യം ഞാൻ ഇത്രയും വർഷത്തോളം ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ പോലും എനിക്ക് ഓപ്പൺ ആയിട്ട് എന്റെ കാര്യങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ പോലും, എന്റെ സ്വപ്നങ്ങൾ പോലും പറയാൻ ബുദ്ധിമുട്ടിണ്ടായിരുന്ന കാര്യം. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിത് തുടങ്ങി, അതും എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അതൊരു ക്ലാരിറ്റി ഒന്നും അവർക്ക് കിട്ടില്ല. അപ്പൊ ഞാൻ അന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, എന്നെങ്കിലും ഒരുപാട് ആളുകളെ എന്നെ കേൾക്കാൻ വേണം, എന്നോട് സംസാരിക്കണം, എന്നെ കേട്ടിരിക്കാൻ കുറെ ആളുകൾ വേണം. അപ്പൊ അതാണ് ഇപ്പൊ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പേര് ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, കുറെ ആളുകള് എന്നോട് ഹെൽപ്പ് എടുക്കുന്നുണ്ട്. ചില ആളുകള് എപ്പോഴാണ് ഫ്രീ ആവുക, സാറിന്റെ ഒരു ടൈം തരുമോ, ഒരു വേറെ രീതിയിലല്ല, അങ്ങനെ വരെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലെത്തി. അന്ന് ആരും കേൾക്കാനില്ല, നീ മിണ്ടരുത്, നീ മിണ്ടണ്ട, എനിക്ക് എന്താ പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് അറിയാന്നുള്ള രീതിയിൽ അന്ന് കുറെ എന്നെ തഴഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് പോലും ഇപ്പൊ എന്നോട് ഹെൽപ്പ് എടുക്കുന്നുണ്ട്. അവർ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അവര് കൂടെ ഉണ്ട്. അന്നൊക്കെ ഒരു ബിസിനസ് തുടങ്ങിയ സമയത്തായാലും കുറെ നമ്മളെ തള്ളി പറഞ്ഞതാണെങ്കിൽ പോലും ഇപ്പോ ഒരു ദിവസം കാണാതെ ആയാൽ എവിടെ ചോദിച്ചിട്ട് അവർ വിളിക്കും, എവിടെ കാണുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട്. ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ എല്ലാവരും ഇപ്പൊ കോഴ്സിലായാലും ഇങ്ങനത്തെ പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എവിടെയാണ് നമുക്ക് ഫാൾട്ട് പറ്റിയത്, നമുക്ക് എവിടെയാണ് നമ്മളല്ലാതായി പോയത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും. വെരി ഗുഡ്. സോ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങൾ എപ്പോഴും ശരത്ത് സംസാരിക്കുന്ന വളരെ കാം ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വൈബിലാണ്. സോ ഈ ഒരു പീസ് വൈബ് ഞാൻ ഏറ്റവും സാധനത്തിൽ കാണുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ശരത്ത് ഇന്നേ വരെ ചൂടായത് ഞാൻ കണ്ടിട്ടില്ല. ഐ നെവർ സീൻ. 8 വർഷമായി ഞാൻ കാണുന്നു. ഒരു തവണ പോലും ഒന്ന് ചൂടാവുകയോ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു ആംഗ്രി ഫേസ് ഞാൻ കണ്ടിട്ടില്ല. ബിക്കോസ് ആള് അന്ന് നമ്മളെ കണ്ടത് മുതൽ ഇന്നേ വരെ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷനിൽ ഭയങ്കരമായിട്ടുള്ള മെഡിറ്റേഷൻ കോഴ്സിന് നടന്നിട്ടുള്ളതാണ്. സോ ഐ തിങ്ക് ദാറ്റ് ചേഞ്ച് ഇൻ മൈ ലോട്ട്. ഒരുപാട് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ എന്ത് ചെയ്യാം, വിട്ട് നൽകുകയാണ്. ഓക്കെ, എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ശരത്തിൽ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പതിയെ നമുക്ക് അവസാനിപ്പിക്കാം ഇന്നത്തെ സെഷൻ. സൺഡേ ആണ്, നല്ലൊരു സൺഡേ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ററാക്ഷൻ? ഡിഡ് യു എൻജോയ്? യെസ്, എൻജോയ് ചെയ്തു. സ്റ്റോറി ശരിക്കും എൻജോയ് ചെയ്തു. പറഞ്ഞു ആരാണത്? നൗഷാദ് കണ്ണൂർ സർ. നൗഷാദ് കണ്ണൂർ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. സോ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ എനി ക്വസ്റ്റ്യൻസ് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡോ അല്ലെങ്കിൽ കോഴ്സ് വരാൻ പോകുന്ന കോഴ്സിനെ കുറിച്ചോ, നമ്മുടെ അടുത്ത പ്രോഗ്രാം വരുന്നുണ്ട്, അടുത്ത പ്രോഗ്രാം അഡ്വാൻസ് പ്രോഗ്രാം വരുന്നുണ്ട്, ഇതിനെ കുറിച്ച് ചോദിക്കാം. അഡ്വാൻസ് പ്രോഗ്രാമിന്റെ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്, ചോദിക്കാം. നിങ്ങൾക്ക് ചോദിച്ചോളൂ ജസീല. ഹലോ ശരത് സർ. ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്. എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ്. പേടി വെച്ചാല് മറ്റുള്ളവർ കളിയാക്കുന്നുള്ളൊരു തോന്നലാണ് മനസ്സിലായില്ലേ. ഇത്തരം കാര്യങ്ങൾ ഏറ്റവും പേടിണ്ടായിരുന്ന ഒരാളോടാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇതുവരെ കാര്യങ്ങളില്ലായിരുന്നോ, അപ്പൊ അത് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോവാം. നമ്മൾ ആഗ്രഹിക്കുക അവിടെ അതിലേക്ക് പിന്നെ ആക്ഷൻ. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആ ഒരു ആഗ്രഹം എപ്പോഴും എഴുതി വെക്കുക. അതിന് വേണ്ടിയിട്ട് ആക്ഷനും എടുക്കണം അല്ലെ. നമ്മൾ ചിന്തിച്ചാൽ മാത്രം പോരാ. നമുക്ക് ഈ കാര്യം ചെയ്യണമെന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ. അപ്പൊ അതിന് നമ്മുടെ ആക്ഷനും കൂടി എടുക്കണം. അപ്പൊ അതിലേക്ക് ഇറങ്ങുക. നമുക്ക് ആരോടെങ്കിലും ഹെൽപ്പ് എടുക്കാനുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ എത്താൻ പറ്റും കേട്ടോ. Alright, so next questions എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ പലരും കമന്റ് ചെയ്യുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ. ഓക്കെ, we are excited, we are waiting for the course, സർ. ഓക്കെ, സുബൈർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എന്തായാലും കോഴ്സിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. താങ്ക് യു സോ മച്ച്. ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ചോദിച്ചോളൂ. അടുത്ത ആർക്കാ ചോദിക്കാനുള്ളത്? ഷഫ്സർ, ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ ശരത് സാർ ശരിക്കും ഒരു റിയൽ മനുഷ്യ സ്നേഹിയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിത്തിൻ സെക്കൻഡ്സ് ആണ് അവരുടെ റെസ്പോൺസ്. അപ്പൊ ഇതുപോലത്തെ മനുഷ്യ സ്നേഹികൾ ഈ ഫീൽഡിലോട്ട് വരുന്നത് ഒരുപക്ഷെ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും എല്ലാവിധ അഭിവാദ്യങ്ങളും. പിന്നെ രണ്ടാമത്തത്,
എങ്ങനെയാണ് പിന്നെ ശരത് സാർ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്? ഹീലിംഗ് ഇതുപോലുള്ള മെഡിറ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം. ഡെയിലി പ്രാക്ടീസ്. ഡെയിലി ഇപ്പോ നമുക്ക് രാവിലെ ഈ മെഡിറ്റേഷൻ കാര്യങ്ങൾ ഹോസ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ രാവിലത്തെ സമയമല്ല, ഇപ്പൊ നൈറ്റ് ആണ് ഞാൻ ചെയ്യാറുള്ളത്. കാരണം ഇപ്പോ കണ്ടില്ലേ, നമുക്ക് ഓരോ ടെക്നിക്കൽ എററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കിപ്പോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇപ്പൊ ഞാൻ ഈവനിങ് ആണ് ഇപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ടു ഡു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ട് തന്നെ ഈ ഒരു ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ അഫർമേഷൻ, ഈ ഒരു ഫോർഗിവ്നെസ്, മെഡിറ്റേഷൻ എല്ലാം ഡെയിലി ആ ഒരു സമയം നമുക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട് അല്ലെ, നമ്മൾ പല കാര്യങ്ങളും പലർക്കും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിസിനസ് ആയാലും ഇപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യുന്ന പോലും നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, വൈഫിന്, കുട്ടികൾക്ക്, അച്ഛന്, അമ്മ, അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്കൊരു ദിവസം വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു മാസം നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ കാര്യം പോലും ഉണ്ടാവും. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്, ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ട്. അപ്പൊ നമ്മളായിട്ട് ഇപ്പൊ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ടെൻഷൻ ആവാം, പല ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സമയം, കുറഞ്ഞ സമയമെങ്കിലും നമ്മളെ ഹീൽ ചെയ്യാൻ, നമ്മുടെ ആ ഒരു വിഷമത്തിൽ നിന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനൊരു സമയം നമ്മൾ കണ്ടെത്തി അത് ചെയ്യാന്നുള്ളത് തന്നെയാണ്. നമ്മളത് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുക, ചെയ്യാം. ചിലത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ചിന്തിക്കുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ ശരി സാർ. Clear പിന്നെ ആണെന്ന് അതായത് ഈ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് ഞാൻ പറയാം. ഒന്ന്, ചിന്തിച്ച് നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാം. ചിന്തിച്ച് നിൽക്കേണ്ട. ഇതേ ഒരു സംഗതി എനിക്ക് ഉണ്ടായിട്ടായിരുന്നു. പലപ്പോഴും ഞാനിങ്ങനെ ഓവർ തിങ്ക് ചെയ്യായിരുന്നു. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ എനിക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ചിന്തിച്ചു കൂട്ടൊന്നുമില്ല, ചെയ്താൽ മതി. ആക്ഷനിലാണ് കാര്യം. ചിന്തിക്കുന്നതിലോ സംസാരിക്കുന്നതിലോ കാര്യമില്ല. പ്ലാൻ ചെയ്യുന്നതിൽ ഒരു പരിധിക്ക് അപ്പുറം അതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. മനസ്സിലായോ? ഓക്കെ, ദാറ്റ്സ് എ പോയിന്റ് ഐ ഗോട്ട്. നിങ്ങൾക്ക് ഏത് പോയിന്റാണ് കിട്ടിയിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിന്ന്? നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. സോ അടുത്ത ക്വസ്റ്റ്യൻ ആർക്കാണ് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർക്കും ചോദിക്കാണ്ടോ? ചോദിച്ചോളൂ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. വളരെ ഡീപ്പായിട്ട് ട്രോമയിൽ കൂടി കടന്നുപോയ വ്യക്തിയെ എനിക്ക് വലിയൊരു പ്രചോദനമാണ് ശരത് സാറിന്റെ ഈ ഇന്നത്തെ പിന്നെ തുറന്നു പറച്ചിൽ സ്റ്റോറി. ഞാനൊക്കെ വളരെ ഡീപ്പായിട്ട് പോയതാ. ഞാൻ എന്തായാലും ശരത് സാറിന്റെ ക്ലാസ്സിന് ചേരും. എന്നിട്ട് ശരത് സാറിന്റെ മെന്ററിൽ കൂടി എന്റെ ട്രോമ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയുന്ന വലിയ പ്രതീക്ഷയുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് നൗഷാദ്. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ശരത്ത് ശരിക്കും വി ഹാഡ് ഗോൺ ത്രൂ ദാറ്റ് മച്ച് ചെറുപ്പത്തിലുള്ള ട്രോമാസ്. സോ പലപ്പോഴും ഏറ്റവും നല്ല ഹീലേഴ്സ് ആയി മാറുന്നത് ഒരുപാട് ട്രോമകൾ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഐ ഹാവ് ഗോൺ ത്രൂ ലോട്ട് ഓഫ് ട്രോമ ആൻഡ് സോ അത് തീർച്ചയായിട്ടും നമുക്കത് ഹെൽപ്പ് ചെയ്യും. എന്തായാലും നിങ്ങൾക്ക് ഈ ഉള്ളു തുറന്ന് പറഞ്ഞ ഒരു സെഷനിൽ എന്താണ് നിങ്ങൾ പഠിച്ചൊന്ന് കമന്റിൽ ഷെയർ ചെയ്യുക. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയ, ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു നല്ലൊരു പോയിന്റ് എന്താണ്? ഇനി ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണമെങ്കിൽ പറയുകയും ചെയ്യാം. ഫീഡ്ബാക്ക് പറയാം. ഹൗ വാസ് ദ സെഷൻ? പറഞ്ഞോളൂ, ആർക്കും പറയാം. പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണ്? ടൈപ്പ് ചെയ്തിട്ട് കമന്റ് ചെയ്യട്ടോ. കമന്റ് ചെയ്യുക. ഗുഡ് സ്പീച്ച്, ടേക്ക് ആക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, വെരി ഗുഡ്. വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ്? ഹലോ സാർ. ജസ്റ്റ് ചോദിച്ചോളൂ. കൺസിസ്റ്റൻസിയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ലൈഫിലെ എന്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമുക്ക് ആ കൺസിസ്റ്റൻസിയോട് കൂടി ചെയ്യണം എന്നുള്ളത് ഇപ്പൊ ശരത് സാറിലൂടെ മനസ്സിലായി. വെരി ഗുഡ്. ഓരോരുത്തർക്കും ഓരോ സംഗതികളാണ്. സത്യസന്ധത. ഓക്കെ, വെരി ഗുഡ്. സത്യസന്ധത, വെരി ഗുഡ്. സത്യസന്ധത, കൺസിസ്റ്റൻസി. വി ഹാവ് ടു ബി റെഡി ടു റിസീവ് ഗ്രേറ്റ് വിസ്ഡം. അഫ്സദ് മാം പറയുന്നു എന്ന് വെച്ചാൽ വി ഹാവ് ടു ബി റെഡി ടു റിസീവ്. ഓക്കെ, നമ്മൾ റെഡി ആയിരിക്കണം റിസീവ് ചെയ്യാൻ. വേറെ എന്താണ് നിങ്ങൾ പഠിച്ച പോയിന്റ്? കൺസിസ്റ്റൻസി ഇസ് ദ കീ. വേറെ നമുക്ക് ചെയ്യാൻ കഴിയാത്തതായി ഈ ഭൂമിയിൽ യാതൊന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലായി. അനസ്മിക്ക, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. വേറെ? പിന്നെ സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സ്വാമി, പറഞ്ഞോളൂ. പിന്നെ ഏത് പ്രതിസന്ധിയിലും തളർന്നിരിക്കാതെ അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ നമ്മൾ വിജയത്തിലെത്താൻ സാധിക്കുന്നുള്ളത് എനിക്ക് ക്ലിയർ. സമീപം നിങ്ങൾ പറയുന്നത് കട്ടായി പോയി. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം, റേഞ്ച് കുറവുണ്ടെന്ന്. ഹലോ. ഏത് പ്രതിസന്ധികൾ വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കുന്നുള്ളത് എനിക്ക്. അതായത് കറക്റ്റ് ആണ്. കാരണം വെച്ചാൽ നോക്കിയ ഒരാളോട് ഒരു ഫോട്ടോ ചെന്ന് ഒരു സെൽഫി എടുക്കട്ടെ എന്ന് പോലും ചോദിക്കാൻ ധൈര്യമില്ലാത്ത ഒരാള്
ഇന്നിപ്പോൾ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ട് എന്ത് ചെയ്യണം, നാളെ ഒരു കോഴ്സ് ആയിട്ട് വരാൻ പോവാണ്, ഒരു ബുക്ക് എഴുതാൻ പോവാണ്. ആൻഡ് ഒരു കാര്യം കൂടി ഞാൻ പറയാം, he is going to be rich as well. I want to make him rich. And I want to make him a lot of money. ഒരുപാട് പൈസ ഉണ്ടാക്കണം, ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ നടത്തി കൊടുക്കണം. ദാറ്റ്സ് വാട്ട് ഈസ് മൈ ഗോൾ ഫോർ ഹിം. ഫൈനാൻഷ്യലി ആളെ ഇൻഡിപെൻഡൻ്റ് ആക്കണം. ദാറ്റ് ഈസ് വൺ ഓഫ് മൈ ഗോൾ ഫോർ ഹിം. ഞാൻ അത് പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം. ഐ വോണ്ട് ടു ഡു ദാറ്റ് ഫോർ ഹിം. ആൻഡ് ദാറ്റ്സ് വൈ ഐ ടോൾഡ് ഹിം ലൈക്ക് യു ഹാവ് ടു മേക്ക് എ കോഴ്സ്. എൻ്റെ പിന്നാലെ ഇങ്ങനെ വന്ന് എന്നെ മാത്രം സപ്പോർട്ട് ചെയ്താൽ പറയാം. യു നീഡ് സംതിങ് യുവർ ഓൺ. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. And I have a strong desire and I have a strong conviction. അത് നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. Because I have did it for many other people. അതെനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ I can do this to Sharad. So വേറൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ നല്ല സുഖമല്ലേ, ശരിയല്ലേ? വേറൊരാൾക്ക് മറ്റു പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നല്ല സുഖമാണ് നമുക്ക്. So these are the things we will be doing. Thank you. I'm really excited. Any other questions? Any other knowledge നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? Any wisdom? Okay. Okay. Yes, പറഞ്ഞോളൂ. ലോ ഓഫ് അട്രാക്ഷനെ വെച്ചിട്ടൊന്ന് പറയോ? ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നമ്മൾ കുറച്ചു നേരം സംസാരിച്ചല്ലോ ജസീല. നമുക്ക് എന്ത് ചെയ്യാം, ഇനി കോഴ്സിൽ സംസാരിക്കാം കേട്ടോ. കോഴ്സിൽ എന്ത് ചെയ്യാം, ചില സംസാരിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഹോപ്പ് യു എൻജോയ് ദിസ് ഈ ഒരു സെഷൻ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമുക്കത് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ നമുക്കൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവരും സൺഡേ അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് താങ്ക് യു എവ്രി വൺ. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു ശരത് ഫോർ ജോയിനിങ്. ശരത്തിന് ഫൈനലായിട്ട് എന്തെങ്കിലും മെസ്സേജ് പറയാനുണ്ടോ? ഫൈനൽ മെസ്സേജ്, then you can wind up. അപ്പോൾ ഫൈനലായിട്ട് പറയാനുള്ള തന്നെ എപ്പോഴും പറയുന്നതാണ്, സാറിനോട് താങ്ക്സ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞ കാര്യം തന്നെയാണ്, എന്നാലും നമുക്ക് പ്രശ്നങ്ങൾ വരും, ബുദ്ധിമുട്ട് വരും. ആ ഒരു സമയത്ത് തളർന്നിരിക്കാതെ നമ്മൾ ഹെൽപ്പ് എടുക്കാം, ആരോടെങ്കിലും സംസാരിക്കാം, നമുക്ക് തിരിച്ചു തരാൻ പറ്റും. ചിലപ്പോൾ നമ്മളിങ്ങനെ പല ആളുകളും പല പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ആരോടൊന്നും സംസാരിക്കാൻ പറ്റാതെ, ഒരു ഹെൽപ്പ് ചെയ്യാൻ ആളില്ലാതെ പോകുന്നൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണോ ഒരാളെ കൂട്ടുപിടിച്ച് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ ഹെൽപ്പ് എടുക്കുക എന്നുള്ളത്. പലപ്പോഴും ഞാൻ തളർന്നു പോയപ്പോഴൊക്കെ എൻ്റെ കൂടെ നിന്നത് സാർ തന്നെയാണ്. ആ ഒരു താങ്ക്സ് ആണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു എവ്രി വൺ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു ഗസ്റ്റുമായിട്ട് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടിലൊക്കെ കിടന്നിട്ട് സീറോ എന്ന് പറയുന്നൊരു സ്റ്റേജിൽ നിന്നിട്ട് ഒരു ഹീറോ ആയിട്ട് മാറാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട്. ഈ ഇത്തരത്തിലുള്ള സെഷൻസ് നമ്മൾ വെക്കുന്നതിൻ്റെ കാര്യം, നിങ്ങൾ പങ്കെടുക്കുന്നവരും നിങ്ങൾ ഇത് മറ്റുള്ളവരുടെ സ്റ്റോറി നമ്മളിത് ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യം. ഇപ്പോൾ കോഴ്സുകൾ നമ്മൾ നടത്താറുണ്ട്, പല പോയിന്റുകൾ പറയാറുണ്ട്, ക്ലാസ്സുകൾ നമ്മൾ എടുക്കാറുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്തിനാണ് വേറെ ആൾക്കാർ ഗസ്റ്റായിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമുക്ക് നൽകുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്, അത് നമുക്ക് നൽകുന്ന ഒരു ഹോപ്പ് ഉണ്ട്, അത് നമുക്ക് നൽകുന്ന ഒരു ബിലീഫ് ഉണ്ട്, അത് നമുക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത്. ഡു യു അഗ്രി വിത്ത് മീ? യെസ്. കാരണം അല്ലേ, ഒരു പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ശരത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് ചേഞ്ച് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആകാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? ഇതുവരെ നിന്ന പോലെയല്ല. ദാറ്റ് ഈസ് സംതിങ് ബിയോണ്ട്. ആൻഡ് ഐ ഗ്യാരണ്ടി ദാറ്റ്. I know that will happen. So let's make it happen. Okay, thank you so much. I want to create a hero, a diamond out of people who struggle. So let's make that happen. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റോറീസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നൽകുന്നത്. ഞാൻ സ്റ്റോറീസ്, മറ്റുള്ളവരുടെ സ്റ്റോറീസ് കേൾക്കുമ്പോൾ നമുക്ക് അറിയാതൊരു ഷിഫ്റ്റ് നടക്കും. അത് ഭയങ്കര പവർഫുള്ളാണ്. അവിടെയാണ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഇമ്പോർട്ടൻ്റ് ആവുന്നത്, ആൾക്കാർ ഇമ്പോർട്ടൻ്റ് ആവുന്നത്, സ്റ്റോറീസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അവരുടെ കഥകൾ ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അവരുടെ ഹീലിംഗ് ജേർണിയെ കുറിച്ചുള്ള അവർ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആവും. അത് നിങ്ങളെ ചേഞ്ച് ചെയ്യും, നിങ്ങളുടെ ഉള്ളിൽ ഷിഫ്റ്റ് ഉണ്ടാക്കും, നിങ്ങളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാക്കും, നിങ്ങളിൽ ഒരു നന്മ. അപ്പോൾ ശരത്തിനെ പോലുള്ള ആൾക്കാരൊക്കെ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ സ്റ്റോറീസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് നല്ല മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട്. നമ്മളധികം ആൾക്കാരും നമ്മുടെയൊക്കെ ട്രാക്ക് തെറ്റുന്നത് നമ്മൾ നല്ല മനുഷ്യരല്ലാതാവുമ്പോൾ. നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മൾ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഗുഡ് തിങ് വിൽ ഹാപ്പൻ, റൈറ്റ് തിങ് വിൽ ഹാപ്പൻ. സോ ബി ദ റൈറ്റ് പേഴ്സൺ, ബി ദ ഗുഡ് പേഴ്സൺ.
അധികം ആൾക്കാരും യാത്ര ചെയ്യാത്ത വഴിയാണത്. ആൻഡ് ഐ എം പ്രൗഡ് ദാറ്റ് ഐ ഹാവ് സച്ച് എ പേഴ്സൺ ഹു ഇസ് ശരത്. ശരത് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ട്രാവൽ ചെയ്ത ഒരാളാണ്. എൻ്റെ കൂടെ, എൻ്റെ ടീമിലുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അറിയുന്നതിൽ ജെനുവൻലി ഹാപ്പി. ആൻഡ് ദാറ്റ്സ് എ ബ്ലെസ്സിങ് ആസ് എ ടീം ലീഡർ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളെന്ന നിലക്ക്, സ്ഥാപനത്തിന്റെ ഭാരവാഹി എന്നുള്ള നിലക്ക് അങ്ങനത്തെ ഒരാൾ നമ്മുടെ ടീമിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്, നമ്മുടെ യാത്രയുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്, അനുഗ്രഹമാണ്. ഐ എം സോ ലക്കി ടു ഹാവ് ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾ in my life. There are a lot of good people. Hajra ma'am. Hajra is like, she, right? പല ആൾക്കാർക്കും അറിയാം. എന്താ അറിയാം? So one day I will bring her as well. Okay? So there are a lot of great people from inside the team. Okay? And so that's finally, ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ബ്ലെസ്സിങ്. അങ്ങനെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എനർജി ഷിഫ്റ്റ് ചെയ്യണം. സോ ഷിഫ്റ്റ് യുവർ എനർജി. റൈറ്റ് പീപ്പിൾ വിൽ കം ടു യുവർ ലൈഫ് ആൻഡ് ദേ വിൽ പ്രൊട്ടക്ട് യു. They will become the angels in your life. And that's enough. That's enough. അതിന് നമ്മൾ പ്രായം കൂടുന്തോറും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്ക് ഏറ്റവും കൂടുതൽ പണമാണ് 20കളിലും 30കളിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പണത്തിനോടായിരിക്കും താല്പര്യം. എന്നാൽ 40കളിലേക്ക് അടുക്കുകയും 40കൾ കഴിഞ്ഞിങ്ങനെ മുന്നോട്ട് പോകും തോറും നമുക്ക് വ്യക്തികൾ, നല്ല നല്ല സ്നേഹം നൽകുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തികൾ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ അസറ്റ്, ജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്, ഭാഗ്യം എന്ന് പറയുന്നത്. സോ ബി വിത്ത് ദ റൈറ്റ് പീപ്പിൾ, attract right people. Okay, Asma, thank you so much for being in my team. And Asma is also another gem. Okay, another gem. Asma is such a good soul. I love her. I I don't know, she's amazing. അല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ എന്റെ ടീമിലുള്ള ഒരു വിധം എല്ലാവരും അങ്ങനെ കേട്ടോ. ഞാൻ ഓരോരുത്തരല്ല, ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ അസ്മ ഇവിടെ ചാറ്റിൽ വന്നതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞോളൂ. എവ്രി വൺ ഓഫ് ദം, ഹരിത, ഓവർ ദ പീപ്പിൾ, ബിക്കോസ് ഇവർക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം, ഇനി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ദാറ്റ്സ് വൈ യു ആർ സ്റ്റേയിങ് ഹിയർ. ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതിന്റെ കാര്യം അതാണ്. നമ്മളൊക്കെ അതിന്റെ കാരണം എന്താ വെച്ചാൽ നമുക്കൊക്കെ അറിയാം വാട്ട് ഇസ് പെയിൻ. വേദനിപ്പിക്കപ്പെട്ടതിന്റെ വേദന നമുക്കറിയാം. വേറൊരാളെ വേദനിപ്പിക്കാൻ നമ്മൾ അതിന് താല്പര്യപ്പെടുന്നില്ല. വേറൊരാളെ സ്നേഹിക്കാനും ആളെ മനസ്സിലാക്കാനുള്ള മനസ്സേ നമുക്കുള്ളൂ. ദാറ്റ് കൈൻഡ് ഓഫ് ഗുഡ് പീപ്പിൾ വി ആർ. സോ ആ ഒരു ഗുഡ് ക്വാളിറ്റി എല്ലാവരിലും ഉണ്ട്. നമ്മളെല്ലാവരും അതുപോലെയാണ്. പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ട് പരസ്പരം നല്ലത് ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്ന ആ ഒരു എനർജി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ശരത്തിനെ കാണുമ്പോൾ നിങ്ങൾ ശരത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആവേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് ബി ദ ഗുഡ് പേഴ്സൺ. ശരത്ത് എന്ന് പറയുന്ന ഗുഡ് പേഴ്സൺ ഉണ്ട്. സെൽഫിഷ്നെസ് എന്ന് പറയുന്ന തിങ്കിങ് ഇല്ലാതെ സെൽഫ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അടുത്ത് കൺസിസ്റ്റൻസി, ആ കമ്മിറ്റ്മെന്റ്, സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അടുത്തത് ട്രസ്റ്റ്, ഫെയ്ത്ത്. അടുത്തത് ഹ്യൂമിലിറ്റി, അഹങ്കാരം ഇല്ലാതെ, ആരോട് ദേഷ്യപ്പെടുന്നില്ല, അഹങ്കാരമില്ല, വളരെ ഹ്യൂമിലിറ്റിയോട് കൂടി. ഇത്രയും ക്വാളിറ്റീസ് മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം? യു ക്യാൻ ഗെയിൻ ഫ്രം ഹിം ആൻഡ് that will give you the right team or right people around you to change your life. So it was such a wonderful conversation. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല, പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, because that kind of beautiful topic we are talking. Okay, have a great, see you next time. Thank you for joining. Love you all. Love you so much. Thank you, sir. Thank you so much.